المرسلين وعلى آله وصحبه أجمعين أما بعد أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم وإذ فرقنا بكم البحر فأنجيناكم وأغرقنا آل فرعون وأنتم تنظرون. പിന്നെ ഞാൻ നിങ്ങളോട് സലാം പറഞ്ഞില്ലേ, നേരത്തെ പറഞ്ഞെന്ന് തോന്നുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പിന്നെ സൂറത്തുൽ ബഖറയില് 50-ാമത്തെ ആയത്താണ് ഞാൻ ഓതിയത്. നമുക്കിനി അതാണ് വിശദീകരിക്കാനുള്ളത്. പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇസ്രായേൽ സന്തതികളോട് അഭിമുഖീകരിച്ചുകൊണ്ട് അവരുടെ ചരിത്രത്തിൽ സംഭവിച്ച ചില കാര്യങ്ങളെക്കുറിച്ചുള്ള വിശദീകരണമാണ്. അത് പറയേണ്ട ആവശ്യകതയും നമ്മൾ പറഞ്ഞു. ആ ബന്ധം മുറിഞ്ഞു പോകണ്ടെന്ന് വിചാരിച്ചിട്ടാണ്. ജനങ്ങളോട് അള്ളാഹുവിനെ മാത്രം ആരാധിക്കണം എന്ന് അഭിസംബോധന ചെയ്തതിൻ്റെ പിറകെ ഇസ്രായേലരോട് പ്രത്യേകമായിട്ട് ആ ആശയം പറയാണ് ചെയ്തത്. ആ വാക്ക് ഉപയോഗിച്ചില്ലെങ്കിലും ഉദ്ദേശിക്കുന്ന അതാണ്, നിങ്ങൾ അള്ളാഹുവിനെ മാത്രം ആരാധിക്കുന്നവരായി തീരണം. അതിന് സഹായകമായി തീരാൻ കുറെ നിർദ്ദേശങ്ങൾ കഴിഞ്ഞ ആയത്തുകളിൽ പറഞ്ഞു അവരോട്. കഴിഞ്ഞ ആഴ്ചയിൽ നമ്മൾ ഓതിയ 49-ാമത്തെ ആയത്തിൽ പറയുന്നത്, നിങ്ങൾക്ക് ഈ നന്മയുടെ വശത്തേക്ക് വരണമെങ്കിൽ നിങ്ങളുടെ യഥാർത്ഥ ചരിത്രം എന്താണെന്ന് മനസ്സിലാക്കണം. അതാണ് ആലി ഫിറൗന എന്നെല്ലാം കൂടി പറഞ്ഞിച്ച കാര്യം അതാണ്. ആ ഭാഗത്ത് ആ തുടർച്ചയായി ബാക്കി കാര്യം പറയാം. ഇത് ഓർമ്മിക്കുക. ഫറഖന നാം പിളർത്തി, വേർപെടുത്തി, ബിക്കും നിങ്ങളിലൂടെ, നിങ്ങൾക്ക് വേണ്ടി, അൽ ബഹ്റ ആ സമുദ്രത്തെ, എന്നിട്ട് അഞ്ചൈനാക്കും നാം നിങ്ങളെ രക്ഷപ്പെടുത്തി, അഗറഖ്ന നാം മുക്കിക്കൊന്നു, ആല ഫിറൗന ഫിറൗനിന്റെ ആളുകളെ, അൻതും തന്നുറൂൻ നിങ്ങൾ നോക്കി നിൽക്കുന്നവരായിരുന്നു ആ അവസ്ഥയിൽ. അപ്പൊ എന്താ ആയത്തിന്റെ അർത്ഥം? നിങ്ങൾക്ക് വേണ്ടി ആ സമുദ്രത്തെ പിളർത്തിയ സന്ദർഭം ഓർമ്മിക്കുക. അങ്ങനെ നാം നിങ്ങളെ രക്ഷപ്പെടുത്തുകയും ചെയ്തു. ഫറോവയുടെ ആളുകളെ അതിലൂടെ മുക്കിക്കൊല്ലുകയും ചെയ്തു. അവർ മുങ്ങി ചാവേണ്ടി വരികയും ചെയ്തു. നിങ്ങളത് കണ്ടു നിൽക്കുകയായിരുന്നു. നിങ്ങൾക്കത് കണ്ടു നിൽക്കാൻ അവസരം ഉണ്ടായി. ഇതാണ് ആയത്ത്. കുറെ കാര്യങ്ങൾ നമ്മൾ ഈ സൂറയിൽ നിന്ന് അല്ലാതെ കേട്ടും മറ്റും നമ്മുടെ കൈകളിലുണ്ട്. പക്ഷെ അത് എല്ലാവരിലും ഉണ്ടോ ഇല്ലയോ എന്ന് എനിക്കറിയാത്തത് കൊണ്ട് ഞാൻ പറഞ്ഞു പോകേണ്ടി വരും അതിൻ്റെ ആവശ്യമായ ഭാഗങ്ങളൊക്കെ. മേലെ ആയത്തില് വൈദ് നജ്ജൈനാക്കും മിൻ ആലി ഫിറൗന, ഫറോവയുടെ ആളുകളിൽ നിന്ന് നാം നിങ്ങളെ രക്ഷിച്ച സന്ദർഭം ഓർമ്മിക്കുക എന്ന് പറഞ്ഞു. ആ രക്ഷപ്പെടുത്തിയ രീതി എന്തായിരുന്നു, ഏത് വിധത്തിലായിരുന്നു, അതാണ് ഈ ആയത്തിൽ പറയുന്നത്. ഫറോവയുടെ ആളുകളിൽ നിന്നും നിങ്ങളെ ഞാൻ മോചിപ്പിച്ചു, രക്ഷപ്പെടുത്തി എന്ന് പറഞ്ഞു കഴിഞ്ഞ ആയത്തില്. ഈ ആയത്തില് ആ രക്ഷപ്പെടുത്തിയ രീതി എന്താണ് എന്ന് പറയുന്നുണ്ട്. എന്താണ് ആ രീതി? സമുദ്രം പിളർത്തി നാം നിങ്ങളെ രക്ഷപ്പെടുത്തി, ഫറോവയും ആളുകളും സമുദ്രത്തിൽ മുങ്ങിച്ചാവുകയും ചെയ്തു. നിങ്ങൾക്കത് കണ്ടു നിൽക്കാൻ അവസരം ഉണ്ടാക്കി തരികയും ചെയ്തു. ഇതാണ് ഈ പറഞ്ഞതിൻ്റെ അർത്ഥം. സൂറത്തുൽ ബഖറ ഹിജ്റയ്ക്ക് ശേഷം ഇറങ്ങുന്ന സൂറയാണ്, നമുക്കറിയാം. ഇതിനു മുമ്പ് സൂറത്തുൽ അറാഫിലും സൂറത്ത് താഹയിലും സൂറത്ത് ഷുഅറയിലുമൊക്കെ ഈ സംഭവങ്ങളെ പറ്റിയുള്ള കുറച്ചുകൂടി വിശദമായ വിശദീകരണങ്ങൾ
ഖുർആനിൽ കഴിഞ്ഞു പോയിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് ഇവിടെ ഇങ്ങനെ സൂചിപ്പിച്ചാൽ തന്നെ മതിയാവും കാര്യങ്ങൾ ഓർമ്മിക്കാനും പഠിക്കാനും ഒക്കെ എന്നതുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നത്. പക്ഷെ ഈ ആയത്തുകള് പിന്നെ ഇല്ലാതെ അവയുടെ ആശയം പൂർണ്ണ ആവൂല. ഈ അൽ ബഖറയിൽ പറഞ്ഞിരിക്കുന്ന ഈ പദപ്രയോഗങ്ങൾ ഉണ്ടല്ലോ, ആയത്തുകള്, അതുകൂടി ചേരുമ്പോൾ മുൻ ആയത്തുകളിൽ വന്ന വിഷയങ്ങൾക്ക് ഒരു പൂർണ്ണ അർത്ഥം, ആശയം സഫലമാവുള്ളൂ. ഇനി നമ്മൾ എന്താ പഠിക്കേണ്ടത്? ഫറഖ എന്ന വാക്കിന് വേർപിരിക്കുക, പിന്നെ ഇവിടെ സമുദ്രത്തെയൊക്കെ ആകുമ്പോൾ പിളർത്തുക, രണ്ട് ഭാഗമായി പിളർത്തുക എന്നൊക്കെയാണ് അർത്ഥം കിട്ടുക. അഞ്ചായുഞ്ചി എന്നാണ്. നന്നാ രക്ഷിച്ചു, രക്ഷപ്പെടുത്തി എന്നൊക്കെയാണ് അഞ്ച എന്ന് പറഞ്ഞാൽ. ഓറക്ക എന്ന അറബി വാക്കിന്റെ അർത്ഥം വെള്ളത്തിൽ മുങ്ങിച്ചാകുന്നതിനാണ് ഓറക്ക എന്ന് പറയാം. അത് അറക്ക എന്നാകുമ്പോഴെന്തായി? വെള്ളത്തിൽ മുക്കി കൊല്ലുക എന്നുള്ള അർത്ഥത്തിനായി അറക്ക. അറക്കയെ അറക്ക എന്നാകുമ്പോ വെള്ളത്തിൽ മുങ്ങി കൊല്ലുക എന്നായി. അൻതും തന്നുറൂന എന്നിടത്ത് ആ വാവിനെ പറ്റി ഞാൻ നിങ്ങളോട് മുമ്പ് പറഞ്ഞിട്ടുണ്ട്. ആയിരിക്കെ എന്നൊരു അർത്ഥമുണ്ട് ആ വാവിന്. നിങ്ങൾ നോക്കി നിൽക്കുന്നവരായിരിക്കെ, നിങ്ങളത് നോക്കി നിൽക്കുകയായിരുന്നു. ഇനി നമ്മൾ ആയത് പഠിക്കുന്നത്, ഇതിൽ പറഞ്ഞിരിക്കുന്ന അൽ ബഹർ, ആ സമുദ്രം ഏതാണ്? ആ സമുദ്രം ഏതാണെന്നതിന്റെ പേര് ഒന്നും ഖുർആന്റെ മറ്റ് ആയത്തുകളിൽ നിന്ന് വിശദീകരിച്ചിട്ടില്ല. പിന്നെ ഇസ്രായേലി സംഭവങ്ങൾ സാധാരണ പറയുന്നത് ജൂത ക്രൈസ്തവർ പറഞ്ഞു വരാറുള്ള സംഭവങ്ങളെ പറ്റിയാണ്. ഇസ്രായേലി കഥകളെന്നോ ഇസ്രായേലി ഗ്രന്ഥങ്ങളെന്നോ ഇസ്രായേലി വിവരങ്ങൾ എന്നൊക്കെ പറയുന്നു. അതിലൊക്കെ അതിനെപ്പറ്റിയുള്ള പരാമർശങ്ങളുണ്ട്. ഖുർആൻ അത് പറഞ്ഞു തന്നിരിക്കുന്ന ഖുർആന്റെ ഭാഗങ്ങൾ മാത്രം, ആയത്തുകൾ മാത്രം എത്തിവെച്ചാൽ മനസ്സിലാകുന്നത് അത് ചെങ്കടലിന്റെ വടക്ക് വശത്ത് വരുന്ന അഖബ ഉൾക്കടലായിരുന്നു എന്നാണ്. ഖലീജ് അൽ അഖബ, അഖബ ഉൾക്കടലായിരുന്നു. ചെങ്കടലിന്റെ വടക്ക് വശം. അങ്ങനെ ഒരു തീരുമാനത്തിലെത്താനുള്ള കാരണം എന്താന്ന് ചോദിച്ചാല്, ഇവർ പലായനം ചെയ്ത് പോയതിനു ശേഷം താമസിക്കുന്ന സിന താഴ്വരയുണ്ട്, സിന മരുഭൂമിയുടെ ഭാഗം. ആ ഭാഗത്തേക്ക് എത്തുന്ന റൂട്ട് ഇതാണ് എന്നതാണ് ഒരു കാര്യം. മറ്റൊന്ന്, സമുദ്രത്തെക്കുറിച്ച് പഠിക്കാൻ മെനക്കെട്ടപ്പോൾ ആ ഭാഗത്തെ സമുദ്രത്തെക്കുറിച്ച് ഒരുപാട് ഗവേഷണങ്ങൾ, കാരണം ഈ വിഷയം മുസ്ലിങ്ങളെ മാത്രം ബാധിക്കുന്ന ഒരു വിഷയമല്ല, അറിവല്ല, ജൂത ക്രൈസ്തവരെയൊക്കെ താല്പര്യമുള്ള വിഷയമാണ്. അതുകൊണ്ട് വളരെ അന്വേഷണങ്ങൾ നടന്നിട്ടുണ്ട്. അവർ പറയുന്നതൊക്കെ നമ്മൾ അതേപടി അംഗീകരിക്കുന്നു എന്ന അർത്ഥത്തിനല്ല പറയുന്നത്. മുസ്ലിം ഗവേഷകന്മാരും ധാരാളം ഈ ഫീൽഡിലുണ്ട്. ഏത് ഫീൽഡില്? വിശുദ്ധ ഖുർആനിൽ പറഞ്ഞിരിക്കുന്ന ചരിത്ര സംഭവങ്ങൾ, ചരിത്ര വ്യക്തികൾ, ചരിത്ര സ്ഥലങ്ങൾ, ഇവയെ പറ്റിയൊക്കെയുള്ള അന്വേഷണങ്ങൾ നടന്നുകൊണ്ടേയിരിക്കുകയാണ് ഇപ്പോഴും. അപ്പൊ ആ അന്വേഷണങ്ങളിൽ നിന്ന് മനസ്സിലാകുന്നത്, ഈ കടലിന്റെ വീതി, ആഴം കുറഞ്ഞ ഒരു ഭാഗം, അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം അള്ളാഹു സമുദ്രത്തെ പിളർത്തി കൊടുക്കുമ്പോൾ അത് പിന്നെ ആഴമുള്ള സ്ഥലമായാലും അല്ലാതിരുന്നാലും ഒക്കെ തുല്യമാണ്, നമുക്കൊക്കെ അറിയാം. പക്ഷെ എന്നിരുന്നാലും ഈ ചെങ്കടലിന്റെ ആഴം കുറഞ്ഞ ഭാഗം, ഈ വടക്ക് ഭാഗത്തുള്ള ഈ അൽ അഖബ ഉൾക്കടൽ എന്ന് വിളിക്കുന്ന ആ ഭാഗമായിരുന്നു എന്നതാണ്. അതുകൊണ്ട് ആ ഭാഗത്തു കൂടെ ആയിരിക്കണം ഇവർ കടന്നു പോയിട്ടുള്ളത്. അപ്പൊ അൽ ബഹർ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഖലീജ് അൽ അഖബ, അത് ചെങ്കടലിന്റെ മേലെ ഭാഗത്തിന് വരുന്ന ഒരു പേരാണ്, അത്രേ ഉള്ളൂ. ആ സംഭവത്തെ പറ്റി വിശുദ്ധ ഖുർആൻ പിന്നീട് പറഞ്ഞു തരുന്നുണ്ട്. അതെന്താണ്? അല്ല, നേരത്തെ പറഞ്ഞു തന്നിട്ടുണ്ട്. അതെന്താണത്? മൂസാ നബി അലൈഹി ഇസ്ലാമിനോട് അള്ളാഹു കൽപ്പിച്ചു പലായനം ചെയ്യാൻ, രാത്രി യാത്ര ചെയ്യാൻ. അവര് രാത്രിയിൽ യാത്ര പുറപ്പെട്ടു. മൂസാ നബി അലൈഹി ഇസ്ലാമും ഇസ്രായേലരും അവരെ ഹിജ്റ ആരംഭിക്കുകയാണ്, പലായനം.
ഈ വിവരമറിഞ്ഞ ഫറോവ ഫിറോൻ തനിക്ക് വേണ്ട സൈന്യത്തെ അല്ലെങ്കിൽ ഇവരെ തടയാൻ ആവശ്യമായ സന്നാഹങ്ങൾ ഒരുക്കാൻ വേണ്ടി ആളുകളോട് പറഞ്ഞു, നിർദ്ദേശിച്ചു. എന്നിട്ട് അവർ പുറപ്പെടുന്നത് പ്രഭാതത്തിലാണ് എന്ന് ഖുർആൻ ഷൂറായിൽ പറഞ്ഞിട്ടുണ്ട്. ഫറോവ പുറപ്പെടുന്നത് പ്രഭാതത്തിലായ രാവിലെയാണ്. മൂസാ നബി അലൈഹി ഇസ്ലാമും ഇസ്രായേലിലും എപ്പോൾ പുറപ്പെട്ടു? രാത്രി പുറപ്പെടുകയും ചെയ്തു. അവർ എത്ര പേരുണ്ടായിരുന്നു? അള്ളാഹു ആലം, എണ്ണമൊന്നും നമുക്കറിയില്ല. ഒരു ജനത ഒന്നായിട്ടുണ്ടായതായിരുന്നാലും മൂസാ നബി അലൈഹി ഇസ്ലാമിൽ വിശ്വസിച്ച ഒരു ജനത. അവർ അള്ളാഹുവിന്റെ കൽപ്പനക്ക് കീഴ്പ്പെട്ട്, അള്ളാഹുവിന്റെ ദൂതന്റെ കൽപ്പനക്ക് കീഴ്പ്പെട്ട് സ്വന്തം നാടും വീടും എല്ലാം വിട്ടിട്ട് പുറപ്പെടുകയാണ്. ആ യാത്രയുടെ വശത്ത് രാവിലെ ഇവര് രാവിലെ പ്രഭാതത്തിൽ പുറപ്പെട്ടെങ്കിലും വൈകിയാണ് പുറപ്പെടുന്നതെങ്കിലും മൂസാ നബി അലൈഹി ഇസ്ലാമിന്റെ ജനത എത്തി സമുദ്രതീരത്ത് എത്തുന്ന സമയമാവുമ്പോഴേക്ക് ഫറോവയും കൂട്ടരും അവിടെ എത്തിപ്പെടുന്നുണ്ട്. കാരണം അത് അവരുടെ നാടാണ്, അവർക്ക് അറിയുന്ന സ്ഥലമാണ്, പിന്നെ സൈനിക സജ്ജീകരണത്തോടു കൂടിയുള്ള യാത്രയാണല്ലോ, അതുകൊണ്ട് അവർ എത്തിപ്പെടുന്നുണ്ട്. അപ്പോഴാണ് അവർ മൂസാ നബി അലൈഹി ഇസ്ലാമിനോട് മുന്നിൽ സമുദ്രവും പിറകിൽ ഫറോവയും വീട്ടിൽ നിന്ന് ഇറങ്ങി പോരുകയും ചെയ്തു. ഇനി എന്ത് എന്നൊരവസ്ഥ. ആ രംഗത്തെ പറ്റി അള്ളാഹു പറയുന്ന ഒരു ആയത്ത് മൂസാ നബി അലൈഹി സ്വലാം ശാന്തനായിരുന്നു എന്നാണ്. എൻ്റെ റബ്ബ് എൻ്റെ കൂടെയുണ്ട്, അവൻ എനിക്കൊരു വഴി കാണിച്ചു തരും. അവൻ എനിക്കൊരു വഴി കാണിച്ചു തരും. നമ്മുടെ ഒടുക്കം അവസാനം എവിടെയായിരിക്കുമെന്നല്ല, എൻ്റെ റബ്ബ് എനിക്കൊരു വഴി കാണിച്ചു തരാണ്ടിരിക്കില്ല എന്നതായിരുന്നു അദ്ദേഹത്തിൻ്റെ വാക്കുകൾ. ആ സമയത്താണ് അള്ളാഹു സുബ്ഹാനഹു വ തആല തൻ്റെ കയ്യിലുള്ള വടി കൊണ്ട് ആ സമുദ്രത്തെ അടിക്കാൻ വേണ്ടി കൽപ്പിക്കുന്നത്. അടിച്ചു. സമുദ്രത്തിലെ ജലം രണ്ട് ഭാഗമായി, രണ്ട് മലകൾ കണക്കെ രണ്ട് ഭാഗത്തേക്ക് മാറി നിന്നു. ഒരു നല്ല വഴി തുറന്നു. ആ വഴിയിലൂടെ മൂസാ നബി അലൈഹി ഇസ്ലാമും ഇസ്രായേലിലും മുന്നോട്ട് കടന്നു, സമുദ്രം മുറിച്ചു കടന്നു. ഇത് കണ്ട് പിന്നാലെ വന്ന ഫറോവയും കൂട്ടരും അതേ വഴിയിലൂടെ അപ്പുറം കടക്കാൻ മെനക്കെട്ടപ്പോൾ ആ സമുദ്രത്തിലെ ആ രണ്ട് പിളർപ്പുകൾ ഒന്നായി ചേരുകയും ഫറോവയും കൂട്ടരും ആ കടലിൽ മുങ്ങിച്ചാവുകയും ചെയ്തു. ഇത് കഥയല്ല, ഈ വിധത്തിലാണ് വിശുദ്ധ ഖുർആൻ ഇവിടെയും മറ്റു സ്ഥലങ്ങളിലുമായി ഈ കാര്യം പറഞ്ഞു തരുന്നത്. അങ്ങനെ ഫറോവ ഇല്ലാതെയായി, ഫറോവയുടെ സൈന്യം ഇല്ലാതെയായി, ഫറോവയുടെ ശത്രുതയും ദ്രോഹവും അവസാനിച്ചു. മൂസാ നബി അലൈഹി സ്വലാമും അദ്ദേഹത്തിന്റെ അനുചരന്മാരും ഒരു സുരക്ഷിതമായ ഒരു ദിക്കിലേക്ക്, ഒരു സമാധാനമുള്ള ഒരു ആഹാരമൊക്കെ ലഭിക്കുന്ന ഒരു സ്ഥലത്തേക്ക് അല്ല എത്തിയത്. പിന്നെ വരുന്നത് ഒരു മരുപ്രദേശമാണ്. ആ മരുഭൂമിയുടെ ഭാഗത്തേക്ക് അവർ എത്തിപ്പെടുകയും ചെയ്തു. പിന്നെ ഖുർആൻ അതിനെപ്പറ്റി നമുക്ക് പറഞ്ഞു തരുന്ന ഒരു കാര്യം, ഈ സുരക്ഷിതമായി അത്ഭുതകരമായി മോചിതരായ ഈ ജനതയോട് അവരുടെ ലക്ഷ്യസ്ഥാനത്തെ പറ്റി പറയുന്നുണ്ട്. അന്ന് തന്നെ എന്ന് പറഞ്ഞുകൂടാ, മൂസാ നബി അലൈഹി സ്വലാം പിന്നീടെപ്പോഴോ അവർക്ക് പോവേണ്ടിയിരുന്നത് ബൈത്തുൽ മുഖദ്ദസിലേക്കായിരുന്നു, ഫലസ്തീനിലേക്കായിരുന്നു. അതാണ് അവരുടെ പലായനം ചെയ്ത് അവർ താമസിക്കേണ്ട സ്ഥലം അതാണ്. പക്ഷെ അന്ന് അവിടെ അമാലിക്ക എന്ന് പറയുന്ന ഒരു വിഭാഗം, കാഫിറുകളായ ഒരു വിഭാഗം അടക്കി വാഴുകയാണ് ആ പ്രദേശം. അതുകൊണ്ട് അവരുമായി ഒരു ജിഹാദ്, ആയുധമെടുത്തൊരു ജിഹാദ് വേണ്ടി വരും എന്ന് മൂസാ നബി അലൈഹി സ്വലാം അവരോട് പറഞ്ഞു. ആ സമയം ഇസ്രായേലർ അവരുടെ സ്വഭാവത്തിലെ ആ ഒരു നന്ദികേടിന്റെ വശം കഴിച്ചിട്ട് പറഞ്ഞു, ഒരു യുദ്ധം ജയിക്കാൻ എന്തിനാ മൂസ ഞങ്ങളെല്ലാവരും കൂടി? നീയും നിന്റെ റബ്ബും പോയിട്ട് യുദ്ധം ജയിച്ചിട്ട് ഞങ്ങളെ അറിയിക്ക്, ഞങ്ങൾ അങ്ങോട്ട് വരാം. ഖുർആനാണ് ഇതൊക്കെ പറഞ്ഞു.
അപ്പൊ ഇത്ര വലിയൊരു സഹായത്താൽ അത്ഭുതകരമായ വിധത്തിൽ അള്ളാഹു സുരക്ഷിതമാക്കി തീർത്ത ഒരു ജനത മണിക്കൂറുകളോ ദിവസങ്ങളോ കൊണ്ട് ആ അനുഗ്രഹത്തെ പാടെ മറക്കുകയും അള്ളാന്റെ മാർഗത്തിലെ ഒരു ജിഹാദിന് വിളിച്ചപ്പോ അതിന് മടി കാണിക്കുകയും ചെയ്തപ്പോ അവർക്ക് അള്ളാഹുവിന്റെ ശാപം ഏൽക്കേണ്ടി വന്നു. പടച്ചവൻ പറഞ്ഞു, ഇനി നിങ്ങൾക്ക് ആ നാട് നിഷിദ്ധമാണ് 40 വർഷക്കാലത്ത്. ഈ മരുഭൂമിയിൽ താമസിക്കുക ഇനി നിങ്ങൾ, സിനാ മരുഭൂമിയിൽ. ആ മരുഭൂമിയിൽ താമസിക്കുന്ന കാലത്താണ് മൂസാ നബി അലൈഹി ഇസ്ലാമിന്റെ മരണമൊക്കെ സംഭവിക്കുന്നത്. അങ്ങനെ മൂസാ നബി അലൈഹി ഇസ്ലാമിന്റെ മരണമൊക്കെ കഴിഞ്ഞ് ചരിത്രത്തിൽ പറയുന്ന ഒരു പ്രവാചകന്റെ പേരുണ്ട്, ഹദീസുകൾ വന്നിട്ടുണ്ട്, യൂസ ബിൻ നൂൻ എന്ന് പറയുന്ന. ആ പ്രവാചകന്റെ കാലത്ത് അല്ലെങ്കിൽ പിൽക്കാലത്ത് ആണ് അവർ ബൈത്തുൽ മുഖദ്ദസിൽ പ്രവേശിക്കുകയും തലമുറകൾ മാറി സ്വഭാവ ശുദ്ധിയുള്ള ഒരു തലമുറ കടന്നു വന്നപ്പോൾ അവർക്ക് ആ നാട് സ്വന്തമാവുകയും ചെയ്തത് പിൽക്കാലത്താണ്. മൂസാ നബി അലൈഹി ഇസ്ലാമിന്റെ കാലശേഷമാണ് നടന്നത്. അതായത് മൂസാ നബി അലൈഹി ഇസ്ലാമിന് തൻ്റെ പലായനം, തൻ്റെ അനുയായികളെയും കൊണ്ടുള്ള ഹിജ്റ പൂർത്തീകരിക്കാനായിട്ടില്ല തൻ്റെ അനുയായികളുടെ സ്വഭാവ ദൂഷ്യം കൊണ്ട്. പിന്നെ ഖുർആൻ ആ വിഷയത്തെ പറ്റി പറഞ്ഞു തരുന്ന എന്താന്ന് പറഞ്ഞാല്, ഫറോവയും കൂട്ടുകാരും ഈജിപ്തിൽ എന്തുമാത്രം വലിയ സുഖത്തിലായിരുന്നു എന്ന് വർണ്ണിക്കുന്നുണ്ട്. അവരുടെ തോട്ടങ്ങളെ പറ്റി, കൊട്ടാരങ്ങളെ പറ്റി, അവരനുഭവിച്ചിരുന്ന സുഖ സൗകര്യങ്ങളെ പറ്റിയൊക്കെ പറഞ്ഞിട്ട് ഖുർആൻ പറയുന്നുണ്ട്. ഇവർ ഇങ്ങനെ മുക്കിക്കൊല്ലപ്പെടുമ്പോൾ അവർക്ക് വേണ്ടി ആകാശവും കണ്ണുനീർ തൂകിയില്ല, ഭൂമിയും കണ്ണുനീർ തൂകിയില്ല, ആരും ഉണ്ടായിരുന്നില്ല അവർക്ക് വേണ്ടി കരയാനെന്നെല്ലാം കൂടി പറഞ്ഞുകൊണ്ട്. കാരണം അത്രക്കുണ്ട് അന്ന് അവരനുഭവിച്ചിരുന്ന ഈജിപ്തിലെ സുഖ സൗകര്യങ്ങളൊക്കെ. ഒരിക്കലും പ്രതീക്ഷിക്കാത്ത വിധത്തിലുള്ള ഒരു ശിക്ഷ നേരിടേണ്ടി വരിക ശത്രുക്കൾക്ക്, അള്ളാഹുവിനോട് എതിരിടുന്നവർക്ക്, ഒരിക്കലും പ്രതീക്ഷിക്കപ്പെടാൻ സാധ്യതയില്ലാത്ത, പ്രതീക്ഷയിൽ വരാത്ത ഒരു അത്ഭുതത്തിലൂടെ സഹായം ലഭിക്കുക, അള്ളാഹുവിന്റെ സഹായം ലഭിക്കുക വിശ്വാസികൾക്ക്. ഇതാണ് ഇവിടെ സംഭവിച്ചത്. പിന്നെ വിശുദ്ധ ഖുർആൻ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പറഞ്ഞൊരു കാര്യം ഇവിടെ ഓർമ്മിക്കേണ്ടത്, ഞാനിപ്പോ ഓരോ ആയത്തുകളിൽ കടന്നു പോകുമ്പോഴും ആ ആയത്തുകൾക്കുള്ളിൽ കിടക്കുന്ന ഖുർആൻ മറ്റു സ്ഥലത്ത് പറഞ്ഞ എല്ലാ ചരിത്രഭാഗങ്ങളും അതേ ആയത്തിന്റെ കൂടെ തന്നെ പറഞ്ഞു തീർക്കുന്നൊന്നുമില്ല, അത് പ്രായോഗികമല്ല. പക്ഷെ ചില ആയത്തുകളിൽ ഇത് പറയേണ്ടി വരും, ആയത്തിന്റെ പഠനം ഫലവത്താവാൻ. പിന്നെ ഖുർആൻ പറഞ്ഞു തന്നത്, ഫറോവ മരിക്കാൻ നേരം ഈമാന്റെ വാക്കുകൾ പറഞ്ഞു എന്നും, പിന്നെ അള്ളാഹു ഒരു വാഗ്ദാനം പറഞ്ഞു, എൻ്റെ ജഡം ഞാൻ സുരക്ഷിതമായി സംരക്ഷിക്കും, എൻ്റെ ജഡം നശിച്ചു പോയില്ല, അത് തലമുറകൾക്കൊരു തെളിവായി ഞാൻ ബാക്കിയാക്കുമെന്ന് പറഞ്ഞു. സൂറത്ത് യൂനുസിലെ 92-ാമത്തെ ആയത്തിൽ. ആ ആയത്തിന്റെ ഒക്കെ മുമ്പിൽ അത്ഭുതത്തോടെ നിൽക്കുകയാണ് ഇപ്പൊ ഞാനൊക്കെ, നമ്മളൊക്കെ. അല്യമ നുനജ്ജിക ബി ബദനിക, നിന്റെ ശരീരത്തെ നാം സുരക്ഷിതമാക്കും, നാം രക്ഷപ്പെടുത്തും. അഥവാ നിന്റെ ശരീരം തലമുറകൾക്ക് കാണാൻ പറ്റും വിധത്തിലൂടെ ബാക്കിയാവും എന്ന് പറഞ്ഞു വെച്ചു. ആ ശവശരീരം കണ്ടെടുക്കപ്പെട്ട് തെളിയിക്കപ്പെടുന്നത് 1882 ശേഷമാണ്. അതിന്റെ പരിശോധന നടന്നത് ഫ്രാൻസിലൊക്കെയാണ്. ശവശരീരം കൊണ്ടുപോയിട്ട് ഇത് റംസീസ് രണ്ടാമൻ എന്ന് പറയുന്ന ഫറോവ രാജാക്കന്മാരിൽ അവസാനത്തെ ആളുടെ ഇത് തന്നെയാണ് എന്ന് ശാസ്ത്രീയമായി തെളിയിക്കുകയൊക്കെ ചെയ്തത്. വെള്ളത്തിൽ മുങ്ങി മരിച്ച മനുഷ്യന്റെ ശ്വാസകോശത്തിലെ അവസ്ഥ, ആന്തരിക അവയവങ്ങളുടെ അവസ്ഥ, കൈ ഇങ്ങനെ ഉയർത്തിപ്പിടിച്ച ഒരവസ്ഥയിലാണ് ഉണ്ടായിരുന്നത്, എന്തോ ഒരു ആപത്ത് തടുക്കുന്ന വിധത്തിൽ എന്നെല്ലാം കൂടി പറയുന്ന കുറെ ഘടകങ്ങളുണ്ട് അവിടെ. അപ്പൊ അത് തെളിയിക്കുകയും ചെയ്തു. പിന്നെ കാർബൺ ടെസ്റ്റിലൂടെ അതിന്റെ കാലഘടന തീരുമാനിക്കുകയും ചെയ്തു, നൂറ്റാണ്ടുകളുടെ പഴക്കവും തീരുമാനിക്കുകയും ചെയ്തു. ഇത് നമ്മൾ സാധാരണ ക്ലാസ്സിൽ പറയാറുണ്ട്, നിങ്ങളുടെ മനസ്സിലും ഉണ്ടാവും. എനിക്കിവിടെ നിങ്ങൾക്കൊരു കാര്യം, ഒരു തെറ്റിദ്ധാരണ തിരുത്താനുള്ളത്, ഫറോവയുടെ ജനം 1882 കണ്ടെടുക്കപ്പെടുന്നതെന്ന് പറഞ്ഞാൽ
മൂസാ നബി അലൈഹി ഇസ്ലാമിന്റെ ആ കാലത്ത് കടലിൽ മുങ്ങിക്കൊല്ലപ്പെട്ടതിന് ശേഷം ആ ജഡം കിട്ടിയിട്ടില്ല എന്നല്ല അതിന്റെ അർത്ഥം. അയാളുടെ ജഡം ലഭിച്ചു, കൊല്ലപ്പെട്ട ഫറോവയുടെ ജഡം അന്ന് തന്നെ അക്കാലത്ത് തന്നെ ലഭിച്ചു. ഖുർആനൊന്നുമല്ല, ചരിത്രമാണ്. അത് അവർ സാധാരണ ഫറോവമാരുടെ ശവശരീരങ്ങൾ മറമാടേണ്ട വിധത്തില് അവർ മമ്മിയായി മറമാടുകയും ചെയ്തു. പക്ഷെ പിൽക്കാലത്തുണ്ടായ ഒരു സംഭവം എന്താന്ന് പറഞ്ഞാല്, ഈ മമ്മികളെ ധാരാളമായി, നിങ്ങൾക്കറിയാലോ, ശവശരീരം കേടുകൂടാതെ ആ രൂപത്തിൽ സ്വരൂപിച്ചു വെക്കുന്ന, സൂക്ഷിച്ചു വെക്കുന്ന പിരമിഡുകൾക്കുള്ളിലും മറ്റും ഉണ്ടാക്കി വെച്ചിരിക്കുന്ന അവസ്ഥ. ഈ മമ്മികൾ കക്കുന്ന കള്ളന്മാര് കുറെ പെരുകി. മമ്മികളെ കക്കൂല, മമ്മികൾ തുറന്ന് ഉള്ളിൽ പോയിട്ട്, അതെന്താന്ന് പറഞ്ഞാൽ രാജകുടുംബത്തിൽപ്പെട്ടവരെയും അല്ലെങ്കിൽ ഉയർന്ന കുബേരന്മാരെയൊക്കെയാണ് ഇങ്ങനെ മമ്മികളാക്കി സൂക്ഷിക്കുന്നത്. അപ്പൊ എന്തായിരുന്നാലും ശരി, ആ ജഡങ്ങളോടൊപ്പം വില പിടിച്ച രത്നങ്ങളോ സ്വർണമോ അതുപോലത്തെ വസ്തുക്കൾ ഉണ്ടാവും. അപ്പൊ ഈ മമ്മികള് പിന്നെ ഈ ശവക്കല്ലറകൾ മാന്തി നോക്കുകയും അതിൽ നിന്ന് ഇങ്ങനെ വസ്തുക്കൾ അപഹരിക്കപ്പെടുകയും ചെയ്തൊരു സാഹചര്യം വരുമ്പോ BC 696, ഞാൻ പറഞ്ഞ ചരിത്രമാണ് ഞാൻ പറയുന്നത്. വിശ്വാസയോഗ്യമെന്ന് ഞാൻ പറയാൻ കാരണം, വളരെ നിഷ്കർഷയുള്ള മുസ്ലിം ചരിത്രകാരന്മാർ വരെ ഈ സംഭവത്തെ ഏറ്റുപിടിച്ചത് കൊണ്ട് മാത്രം പറയാണ്. ഉമ്മാമ കഥകൾ ക്ലാസ്സിൽ പറയാറില്ല. BC 696 ഇവരെന്ത് ചെയ്തു എന്ന് പറഞ്ഞാൽ, ഫറോവ കുടുംബത്തിലെ ഈ റംസീസ് രണ്ടാമൻ എന്ന് പറയുന്ന മൂസാ നബി അലൈഹി ഇസ്ലാമിന്റെ കഥയും സംഭവവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഈ ഫറോവയുടെയും മറ്റു ഫറോവമാരുടെയും ഒക്കെ ജഡം, മമ്മികൾ ഒരു പ്രത്യേക സ്ഥലത്തെ സുരക്ഷിതമാക്കി സൂക്ഷിച്ചു വെച്ചു. ഒരു കല്ലറയൊക്കെ ഉണ്ടാക്കി കള്ളന്മാർക്ക് കൊണ്ടുപോകാൻ പറ്റാത്ത വിധത്തിൽ സുരക്ഷിതമാക്കി വെച്ചു. പിന്നീട് എന്താണ് സംഭവിച്ചതെന്ന് ചോദിച്ചാൽ, കാലത്തിന്റെ ആ സ്ഥലം വിസ്മരിക്കപ്പെട്ടു പോയി. ആർക്കും ഓർമ്മയില്ലാതെ, അടയാളങ്ങളില്ലാതെ, ആരും കാണാതെ, കണ്ടെടുക്കപ്പെടാതെ അതങ്ങനെ കിടന്നു. ഞാനിവിടെ പറയുന്ന വിശുദ്ധ ഖുർആന്റെ ഒരു വചനം പുലരുന്ന രീതിയാണ് ഞാൻ ഈ പറഞ്ഞത്. അപ്പൊ ആ ജഡം അന്നൊന്നുമില്ല. അങ്ങനെ പിന്നെ ആ ജഡം, അയാളുടെ ജഡം ശരിക്കും മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്താണ് കണ്ടെടുക്കപ്പെടുന്നത് എങ്കിൽ സത്യത്തിൽ അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നബുവത്തിന് ഒരു പിന്തുണയാവുമായിരുന്നു, അല്ലേ, തെളിവ്. പക്ഷെ അതും സംഭവിച്ചില്ല. അത് സംഭവിക്കാത്തതിന്റെ കാരണം എന്താണെന്ന് ചോദിച്ചാൽ, അന്ന് ആ ജഡം കിട്ടിയിട്ട്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആ കാലത്ത് ആ ജഡം കിട്ടിയിട്ട് അതിന്റെ കാലഗതി, പഴക്കം കണ്ടെത്താനുള്ള ടെക്നോളജി ഒന്നും മനുഷ്യൻ മനസ്സിലാക്കിയിട്ടില്ല. അത്തരമൊരു കാലത്ത് ആ ജഡം കണ്ടെത്തിയിട്ട് എന്താക്കാനാ, ഇത് എത്ര കാലം പഴക്കമുണ്ടെന്ന്. അങ്ങനെ അതങ്ങനെ അടഞ്ഞു കിടന്നു. അടഞ്ഞു കിടന്നു പറഞ്ഞാൽ അറിയപ്പെടാത്ത ഒരു ദിക്കിൽ അതങ്ങനെ കിടന്നു, ഈ ഫറോവയുടെ ജഡമടക്കമുള്ള മറ്റു ജഡങ്ങളൊക്കെ. 1800കളുടെ സമയമൊക്കെ ആവുമ്പോഴേക്ക്, അവസാനമൊക്കെ ആവുമ്പോഴേക്ക് ഈ പഴക്കം കണക്കാക്കാനുള്ള കാർബൺ ടെസ്റ്റുകളെ പറ്റിയൊക്കെ മനുഷ്യൻ മനസ്സിലാക്കി തീർന്നൊരു കാലത്ത് ഈ സ്ഥലം അവര് ഈജിപ്തിലെ പര്യവേഷകന്മാർ, റിസർച്ച് സ്കോളർമാർ ചില ഭാഗങ്ങൾ ഇങ്ങനെ കുഴിച്ചു നോക്കുകയും മറ്റും ചെയ്ത സമയങ്ങളിൽ കണ്ടെത്തപ്പെടുകയാണ് ഉണ്ടായത്. അങ്ങനെ 1882 ഈ ജഡം കണ്ടെത്തിയിട്ട് 1885 ഇത് ഈജിപ്തിലെ മ്യൂസിയത്തിലേക്ക് മാറ്റുകയും ചെയ്തു. അവിടുന്ന് പിന്നീട് ഇതിനെപ്പറ്റി ശാസ്ത്രീയമായ പരിശോധന നടക്കാൻ വേണ്ടി 1900-ങ്ങൾക്ക് ശേഷം പിന്നെ ഈ ഫ്രാൻസിലേക്ക്, അതൊക്കെ ഒരു വലിയ ഉത്സവം പോലെയൊക്കെയാണ് കൊണ്ടുപോയത്. പിന്നെ പരിശോധിക്കുകയും ഇത് റംസീസ് രണ്ടാമന്റെ തന്നെയാണെന്ന് തെളിയിക്കപ്പെടുകയും ചെയ്തു. നമ്മൾ മുസ്ലിങ്ങൾ ആയതുകൊണ്ട് നമുക്ക് ഖുർആനോട് ഒരു പക്ഷപാതപരമായ ഒരു സമീപനം ഉണ്ടാവും, അല്ലേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാക്കുകളോട് നമ്മുടെ മനസ്സിൽ അങ്ങനെ ഒരു അനുകൂല അനുഭാവം ഉണ്ടാവും, സ്വാഭാവികമാണ്. അതവിടെ നിൽക്കട്ടെ. അതൊന്നുമില്ലാതെ നിങ്ങൾ വെറുതെ ഒന്ന് ആലോചിച്ച് നോക്കൂ. ഒരക്ഷരം വായിച്ചു പഠിക്കുകയോ പിന്നെ ഒരു പുസ്തകം പോലും വായിക്കാൻ ഭാഗ്യം കിട്ടുകയോ ചെയ്യാതിരുന്ന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം നാടൊക്കെ ചുറ്റി നടന്ന് എന്തെങ്കിലും കഥകൾ കേൾക്കാൻ ഇടവരികയോ ഈ ജാതി കഥകളെ പറ്റി ആരെങ്കിലും പറഞ്ഞു കേൾക്കാനോ ഇടവന്നിട്ടില്ലാത്ത ഒരു വ്യക്തി.
മുൻ വേദക്കാരായി ജീവിക്കുന്ന ഈ മൂസാ നബിയുടെ ജനതയായി അറിയപ്പെടുന്നവർ പോലും പറയാറില്ലാത്ത ഒരു കാര്യം, അവർക്ക് പോലും അറിയാത്തൊരു കാര്യം, ഈസാ നബി അലൈഹി ഇസ്ലാമിന്റെ തലമുറ എന്ന് വിളിക്കുന്ന അല്ലെങ്കിൽ ജനത എന്ന് വിളിക്കുന്ന ക്രിസ്ത്യാനികൾ പോലും പറയാൻ മടിക്കുന്ന അല്ലെങ്കിൽ പറഞ്ഞിട്ടില്ലാത്ത, അവർക്ക് അറിയാത്ത ഒരു കാര്യം, മക്കയിൽ വെച്ച് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ഫറോവയുടെ ജഡം സുരക്ഷിതമാണ്, അത് അഴുകിയിട്ടില്ല, അത് മണ്ണിൽ ലയിച്ചിട്ടില്ല. ഒരു വ്യക്തി തനിച്ച് നുണ പറഞ്ഞുണ്ടാക്കുകയാണ് ഖുർആൻ ആയത്തുകൾ എങ്കിൽ ഒരു വ്യക്തിക്ക് ഇതിങ്ങനെ പറയാൻ ധൈര്യം വരൂല. എന്തടിസ്ഥാനത്തിലാണ് അയാൾ ഇത് പറയുന്നത്? തരക്കടില്ല. കുറെയൊക്കെ ആ തരം ഒരു കവിയാണെങ്കിൽ ഭാവനയിൽ പറയുന്ന നേർക്ക് നേരെയുള്ള അല്യോമൻ ഉനജി കവി പതിനിക്ക കാവ്യാത്മകമായിട്ടല്ല, നേർക്ക് നേരെയുള്ള വാചകമാണ്. എന്നിട്ട് അദ്ദേഹമൊക്കെ അത് പറഞ്ഞു പോയതിനു ശേഷം സഹാബികൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഈ കാര്യത്തെ പറ്റി വല്ലതും ചോദിച്ചിരുന്നുവോ? എനിക്കറിയില്ല. അത്ഭുതമാണ് സഹാബികളുടെ കാര്യം. പല ചരിത്രപരമായ വിഷയങ്ങളെ പറ്റിയും വിശുദ്ധ ഖുർആൻ സംസാരിക്കുമ്പോൾ ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു കൊടുത്ത കാര്യങ്ങളിൽ നിന്ന് കിട്ടാവുന്ന അർത്ഥം, ആശയം മനസ്സിലാക്കിയവർ നിന്നു. ബാക്കി അധികം ചോദിക്കരുതെന്ന് അവരോട് വിലക്കപ്പെട്ടിട്ടുണ്ട് സൂറത്തുൽ മാഇദയിൽ. അതുകൊണ്ട് അവർ പ്രവാചകനെ ശല്യപ്പെടുത്താൻ പോയിട്ടില്ല. അവരെന്താണ് മനസ്സിലാക്കിയത്, ആ ആശയം അത് ഖുർആൻ പറഞ്ഞു കഴിഞ്ഞ സ്ഥിതിക്ക് ഉണ്ടാവുമെന്ന് പറയുകയും ചെയ്തു. എന്നിട്ട് ഖിലാഫത്തുർ റാഷിദയും പിന്നെ ഉമവി അബ്ബാസി കാലഘട്ടങ്ങളും ഒക്കെ കഴിഞ്ഞുപോയി. ഉസ്മാനിയ ഖിലാഫത്തിന്റെ അവസാന കാലഘട്ടം എന്ന് വിളിക്കാവുന്ന 1800കളുടെ അവസാനത്തിൽ ഈ ജഡം കണ്ടെത്തപ്പെടുന്നത്. ഇന്നിപ്പോ സന്ദർശക പ്രവാഹമാണ്. ആർക്കും നിഷേധിക്കാൻ കഴിയില്ല ഇത് റംസീസ് രണ്ടാമൻ്റേതല്ലെന്ന്. ആ വിധത്തിൽ ശാസ്ത്രീയമായി തെളിയിക്കപ്പെട്ട് കഴിഞ്ഞു ആ വസ്തുത. ഇങ്ങനെയൊരു ജഡം ലോകത്ത് സുരക്ഷിതമായി നിലനിൽക്കണമെന്ന് പ്രഖ്യാപിച്ച ഒരൊറ്റ ഗ്രന്ഥമേ ഉള്ളൂ, വിശുദ്ധ ഖുർആൻ മാത്രം. അത് നാട്ടുകാരോട് വിളിച്ചു പറഞ്ഞ ഒരു മഹാൻ മാത്രമേ ഉള്ളൂ, മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഖുർആൻ സൂറത്തുൽ അൻഫാലിന്റെ തലക്കിൽ പറയുന്നുണ്ട്, ആയത്തുകൾ അവതരിപ്പിച്ചാൽ വിശ്വാസികളുടെ ഈമാൻ, വിശ്വാസം വർദ്ധിക്കുന്നു. ഞാൻ ഈ ക്ലാസ് നിങ്ങളെ മുമ്പിൽ എടുക്കുമ്പോൾ, നിങ്ങൾ ഈ ക്ലാസ് കേൾക്കുമ്പോൾ ഒരു പാർഷ്വാലിറ്റിയുടെ ഒരു വികാരത്തോടെ അല്ല, ഇസ്ലാമിനോടും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോടും അള്ളാഹുവിനോടും ഒക്കെയുള്ള കൂറിന്റെ കടപ്പാടിന്റെ ഒരു ഭാഗമായിട്ടല്ല, പടച്ചവൻ വിശേഷ ബുദ്ധി നൽകി അനുഗ്രഹിച്ച ഒരു മനുഷ്യനാണല്ലോ എന്ന ബുദ്ധി, എന്ന ആ ഒരു ധൈര്യത്തിൽ, സമാധാനത്തിൽ പറയട്ടെ, ഇത് പടച്ചറബിന്റെ വാചകം തന്നെയാണ്. ഇത് പറഞ്ഞു ചൊല്ലിത്തന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കലും ഇത് എന്റെ വാക്കുകളാണെന്ന് പറഞ്ഞില്ലല്ലോ. ഞാൻ പറയാൻ പറഞ്ഞിട്ട് ആളായിട്ടില്ലല്ലോ, അള്ളാഹുവിൻ്റെതാണ്. അപ്പോ എനിക്ക് നിങ്ങളെ മുമ്പിൽ തിരുത്താനുള്ളത്, ആ ജഡം കൊല്ലപ്പെട്ട ശേഷം ആ ജഡം അവർക്ക് ലഭിക്കാതെ പോവുകയും അതെവിടെയോ അജ്ഞാതമായി കടന്ന് 1800-ൽ കണ്ടപ്പെടുകയും ചെയ്യുകയല്ല ഉണ്ടായത്. ആ ജഡം കിട്ടി, അവർ അതിനെ സംസ്കരിച്ചു. പിന്നീട് അവർ BC 696-ൽ അതിനെ സുരക്ഷിതമായ മറ്റൊരിടത്തേക്ക് കള്ളന്മാരിൽ അപഹരിക്കാതിരിക്കാൻ വേണ്ടി, അതിലെ വിലപ്പെട്ട വസ്തുക്കൾ അപഹരിക്കാതിരിക്കാൻ വേണ്ടി ഒരു കൂട്ടം, ഒരുപാട് മമ്മികളെ അങ്ങനെ സുരക്ഷിതമാക്കി വെക്കുകയും ചെയ്ത ആ സ്ഥലം പിന്നീട് മണൽ കൊണ്ടും മറ്റും മൂടപ്പെട്ടു പോയതിൽ ഗവേഷണം നടത്തിയപ്പോഴാണ് പിൽക്കാലത്ത് 1882 കണ്ടെടുക്കാൻ സാധിക്കുകയും ചെയ്തു. അതാണ് ആ വിഷയത്തിലുള്ളത്. പിന്നെന്താ ഇനി അതിലുള്ളത്? പോരെ, മനസ്സ് നിറയാൻ മാത്രം എന്തിനാ കുറെ ആയത്? ഓർമ്മിക്കണം, നിങ്ങൾക്ക് വേണ്ടി ഞാൻ സമുദ്രത്തെ പിളർത്തിയില്ലേ, എന്നിട്ട് ഞാൻ നിങ്ങളെ രക്ഷപ്പെടുത്തിയില്ലേ? ഫറോവയുടെ ആളുകൾ നിങ്ങൾ നോക്കി നിൽക്കെ മുങ്ങിച്ചത്തില്ലേ? എന്താ നിങ്ങളിതൊന്നും ഓർക്കാത്തത്? എന്താ നിങ്ങളുടെ ഈ നല്ല ചരിത്രം നിങ്ങൾ മറക്കുന്നത്? ഈ അനുഗ്രഹത്തിന്റെ വശങ്ങൾ നിങ്ങൾ എന്താ മറന്നു പോകുന്നത്? ഇതാണ് സ്പഷ്ടമായി, വളരെ വ്യക്തമായി മദീനയിലെ യഹൂദികളോട്, ആ കാലഘട്ടത്തിൽ ജീവിക്കുന്ന ജൂതന്മാരോട്, എക്കാലത്തും ജീവിക്കുന്ന ജൂതന്മാർക്ക് മുമ്പിൽ വിശുദ്ധ ഖുർആൻ പറയാനുള്ളത്.
എങ്കിൽ പിന്നെ ആ ആയത്തിന്റെ ആശയം എന്താണ്, ഇനി ചിന്തിക്കാനുള്ളത് എന്താണെന്നാണ് ഇതിൽ നിന്ന്. രണ്ട് കാര്യങ്ങൾ പറയാൻ ഞാൻ. ഒന്ന്, ഒരു സമൂഹം ജയിക്കണം, നിലനിൽക്കണം എന്ന് റബ്ബ് തീരുമാനിക്കുമ്പോൾ ആ തീരുമാനം അവൻ നടപ്പിലാക്കും. അതെങ്ങനെ എന്ന് ആർക്കും പ്രവചിക്കാൻ കഴിയില്ല. ഈ ആയത്ത് വിശ്വാസികൾക്ക് പ്രചോദനമേകുന്ന, ആവേശമേകുന്ന ആയത്താണ്. സ്വേച്ഛാധിപതികളും തന്നിഷ്ടക്കാരുമായ രാജാക്കന്മാരും ഭരണാധികാരികൾക്കും കീഴിൽ മർദ്ദിക്കപ്പെടുന്നവരായോ മർദ്ദനത്തിനെ കുറിച്ച് ഭീഷണിക്ക് വിധേയമായോ ഒക്കെ ജീവിക്കേണ്ടി വരുന്ന ജനലക്ഷങ്ങളുണ്ട്. മുസ്ലിങ്ങളായ ആളുകൾ പീഡിപ്പിക്കപ്പെടുന്നവരുണ്ട്, പലായനത്തിന് വിധേയരായവരുണ്ട്, ആയിക്കൊണ്ടിരിക്കുന്നവരുണ്ട്. അതങ്ങനെ നീളുന്നു ആ പട്ടിക. അവരുടെയൊക്കെയും കാതുകളിൽ വിശുദ്ധ ഖുർആന്റെ ഈ വചനം വന്ന് നിൽക്കുകയാണ്. ലോകം കണ്ട ഏറ്റവും വലിയ ധിക്കാരി, സ്വേച്ഛാധിപതി ഫറോയാണ്. ആ ഫറോ പോലും വിചാരിക്കാത്തൊരു സമയത്ത് ആ ഫറോവയുടെ അന്ത്യം അള്ളാഹു കുറിച്ചിട്ടുണ്ടെങ്കിൽ, നിശ്ചയിച്ചിട്ടുണ്ടെങ്കിൽ, ദുർബലരായ മൂസാ നബി അലൈഹി ഇസ്ലാമിനെയും മൂസാ നബി അലൈഹി ഇസ്ലാമിന്റെയും ഈ അദ്ദേഹത്തിന്റെ കൂടെയുള്ള അനുയായികളെയും അള്ളാഹു കാത്തുരക്ഷിച്ചിട്ടുണ്ടെങ്കിൽ ആ അള്ളാഹു ഇപ്പോഴും ജീവിച്ചിരിക്കുന്നുണ്ട്. അവനെല്ലാം കാണുന്നുമുണ്ട്. അക്രമികളെപ്പറ്റി ഞാൻ അശ്രദ്ധനല്ല എന്ന് അള്ളാഹു പലതവണ പറഞ്ഞിട്ടുണ്ട്. ഞാൻ നിങ്ങളെ സഹായിക്കുമ്പോൾ നിങ്ങളെ പരാജയപ്പെടുത്താൻ ആർക്കും കഴിയില്ല. യൻസുറുക്കുമുള്ള ഫലാ ഗാലിബ ലക്കും വയഖ്ദുൽക്കും ഫമനില്ലദീ യൻസുറുക്കും മിൻ ദൂനില്ലാഹ്. അവൻ നിങ്ങളെ കൈ ഒഴിഞ്ഞാൽ പിന്നെ അള്ളാഹിനെ മാറ്റി നിർത്തി ആരുണ്ടോ നിങ്ങളെ താങ്ങാൻ? ഖുർആന്റെ ആയത്താ. അപ്പൊ ആ ആയത്ത് നൽകുന്ന ചിന്ത, പ്രതീക്ഷ എന്താന്ന് പറഞ്ഞാല്, അള്ളാഹുവിന്റെ സഹായം ഒരു ഉമ്മത്ത്, ഒരു പ്രദേശത്ത്, മുസ്ലിം സമൂഹത്തിന്റെ ഒരു കൂട്ടം ആളുകൾ അവർ നിലനിൽക്കണം, ജീവിക്കണം എന്ന് അള്ളാഹു തീരുമാനിക്കുമ്പോൾ അവർക്ക് നിലനിൽക്കാൻ ആവശ്യമായതൊക്കെ നൽകി അവൻ സംരക്ഷിച്ചു കൊണ്ടേയിരിക്കും. അത് ആഹാരമാവാം, മറ്റ് സൗകര്യങ്ങളാവാം, എന്തൊക്കെയാണോ അത് മുഴുവൻ. ഇപ്പോഴത്തെയൊക്കെ നമ്മുടെ മാനസികമായ അവസ്ഥകളിൽ ഒന്ന്, ലോകത്ത് മുസ്ലിങ്ങൾ പൊതുവെ അഭിമുഖീകരിക്കുന്ന പലതരം വെല്ലുവിളികൾ. നമ്മൾ ആ സമൂഹത്തിലെ ഒരംഗങ്ങളാണല്ലോ നമ്മളൊക്കെ. കോവിഡ് പോലത്തെ ഈ മഹാമാരി വ്യാപനത്തിന്റെ പുതിയ രീതികളിലേക്ക് കടന്നുകൊണ്ടിരിക്കുന്ന സന്ദർഭങ്ങളിൽ എന്താണ് റബ്ബുൽ ആലമീനായ തമ്പുരാൻ നേരത്തെ നിശ്ചയിച്ചു വെച്ചത്? നിലനിൽക്കണമെന്നാണോ, ബാക്കിയാവണമെന്നാണോ? എങ്കിൽ അത് ബാക്കിയായേ പറ്റൂ. അതല്ല മതി എന്നവന് തീരുമാനിക്കുന്നുവെങ്കിൽ അങ്ങനെ തീരുമാനിക്കാതിരിക്കട്ടെ, പിന്നെ ആര്? അതുകൊണ്ട് അള്ളാഹുവിന്റെ ഈ അനുഗ്രഹങ്ങളെ പറ്റി, അള്ളാഹുവിന്റെ കാരുണ്യത്തെ പറ്റി ഒരു നിരാശയിലേക്ക് ആരും എത്തിപ്പെടരുത്. ഞാൻ കഴിഞ്ഞ ക്ലാസ്സിലും പറഞ്ഞു തോന്നുന്നു, നമ്മളെയൊക്കെ, എൻ്റെ അവസ്ഥ പറയട്ടെ, ഈ വാക്കുകളും ഈ ആയത്തുകളും ഒക്കെ ഓതുകയും പഠിക്കുകയും ചെയ്യുമ്പോഴും എൻ്റെ ജീവിതത്തിൽ വന്നുപോയ തെറ്റുകൾ, മഹാപരാധങ്ങൾ ചെയ്തൊരു പാപിയായൊന്നുമല്ല ഞാൻ നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നത്. പക്ഷേ മാനുഷികമായ പോരായ്മകൾ ഉണ്ടാവാലോ. ആ തെറ്റുകൾ അള്ളാഹുവിന്റെ സഹായത്തിൽ നിന്ന് എൻ്റെ അർഹത ഇല്ലാതാക്കുന്നുവോ, ആക്കിക്കളയുമോ എന്ന ഭയം എനിക്കുണ്ട്. നിങ്ങളിലുമുള്ള ഒരു ഭയമായിരിക്കും അത്. അള്ളാഹു സഹായിക്കും, അതൊക്കെ ശരിയാ. പക്ഷെ നമുക്കതിന് അർഹതയുണ്ടോ എന്ന് സ്വന്തം വ്യക്തി, നിങ്ങളൊക്കെ പാപികളായതുകൊണ്ടല്ല ഈ പറയുന്നത്, നമ്മുടെയൊക്കെ ഒരു മാനസികാവസ്ഥ അതാണ്. അവിടെയാണ് അള്ളാന്റെ ആയത്ത്, യാ ഇബാദ്, എൻ്റെ ദാസന്മാരെ, അല്ലദിന അസ്റഫു അലാ അൻഫുസിഹിം, സ്വന്തം ശരീരങ്ങളോട് അമിതം പ്രവർത്തിച്ച അഥവാ തെറ്റുകൾ അധികരിപ്പിച്ച എൻ്റെ ദാസന്മാരെ, ലാ തഖ്നതു മിർ റഹ്മത്തില്ലാ, അള്ളാന്റെ കാരുണ്യത്തെ പറ്റി നിരാശപ്പെടാതിരിക്കുക. ഞാൻ ഈ ക്ലാസ്സിലിരിക്കുന്നവരുടെ മാനസികാവസ്ഥകൾ എന്താന്ന് എനിക്കറിയില്ല. എൻ്റെ ക്ലാസ്സുകൾ കൊണ്ട് അവർക്കൊരു മാനസിക വിഷമം കൂടാൻ പാടില്ല, കുറയാനേ പാടുള്ളൂ.
മരണ വാർത്തകൾ അള്ളാഹ് നിശ്ചയിച്ചതാണ്. പക്ഷെ പ്രായമായവർ മരിക്കും, ചെറുപ്പക്കാരും മരിക്കും. പക്ഷെ ചെറുപ്പക്കാരായ ആളുകളുടെയൊക്കെ മരണം കൂടുന്നു. ചിലപ്പോഴൊക്കെ ഫേസ്ബുക്കും ഒക്കെ നോക്കാൻ തന്നെ ഭയാവല്ല. പഠിച്ചോ, ഇന്നൊക്കെ ആരുടെയൊക്കെ യാത്രയാണ് ഉണ്ടായത് എന്ന്. നാം നിസ്സഹായരാണ്. ആ മരണപ്പെട്ടു പോയവർക്ക് അള്ളാഹു മഗ്ഫിറത്ത് നൽകുമാറാവട്ടെ എന്ന് പ്രാർത്ഥിക്കാനും, അവർ നഷ്ടപ്പെട്ടു പോയ ആ കുടുംബങ്ങൾക്ക് ജീവിതത്തിൽ പിടിച്ചു നിൽക്കാനുള്ള താക്കത്ത് അള്ളാഹു നൽകുമാറാവട്ടെ എന്ന് പ്രാർത്ഥിക്കാനല്ലേ ഇപ്പൊ നമ്മളെ കൊണ്ട് കഴിയുള്ളൂ. അപ്പൊ അവിടെയൊക്കെ ഒരു നിരാശയുടെ വശം വരാതിരിക്കുക തീരുമാനം അവൻ നടക്കും. നമുക്ക് നമ്മോട് അള്ളാഹുവിന് ദേഷ്യമോ കോപമോ വന്നിട്ടുണ്ടെങ്കിൽ അള്ളാഹു അതിൽ നിന്ന് മാറുകയും അവന്റെ ദേഷ്യവും കോപവും നമ്മിൽ നിന്ന് മാറ്റിവെക്കുകയും ചെയ്യുകയും ഉണ്ടാവണം എന്നും നമ്മൾ ആഗ്രഹിക്കുക. അപ്പോഴുകൊണ്ട് ഒരു കാര്യം പറയാൻ, എന്നത് വല്ലാണ്ട് അലട്ടുന്നത് കൊണ്ടല്ല ഞാൻ ഈ പറയുന്നത്, സാഹചര്യങ്ങളാണ്. യൂനുസ് നബി അലൈഹിസ്സലാമിന്റെ സംഭവം പറഞ്ഞു ഖുർആൻ. ശിക്ഷക്ക് വിധിക്കപ്പെട്ട ഒരു ജനതയാണ്. ഒടുവിൽ യൂനുസ് നബി അലൈഹിസ്സലാം മടുത്തിട്ട് അവരോട് സലാം പറഞ്ഞു പോയി. നിങ്ങളയക്കോ, നിങ്ങളെ പാടയക്കോ, പടച്ചോ, നിങ്ങളെ ശിക്ഷയ്ക്ക് എന്ത് വേണം ചെയ്ത് എന്നെ കൊണ്ട് വയ്യാതെന്ന് പറഞ്ഞിട്ട്. അത് അദ്ദേഹം ചെയ്യാൻ പാടില്ലാത്തതായിരുന്നു എന്നാ ഖുർആന്റെ സൂചന. അതുകൊണ്ടാണ് യൂനുസ് നബി അലൈഹി സ്വലാമിന് ആ യാത്രയിൽ പരീക്ഷണങ്ങൾ ഉണ്ടായത്. പക്ഷെ യൂനുസ് നബി അലൈഹി സ്വലാമിന്റെ യാത്രയ്ക്ക് ശേഷം ആ ജനങ്ങൾക്ക് വീണ്ടും വിചാരമുണ്ടായി. അവർ വിശ്വാസികളിലേക്ക് വന്നു, വിശ്വാസത്തിലേക്ക് വന്നു. 1,00,000-ലധികം ആളുകൾ വിശ്വാസത്തിലേക്ക് വന്നു എന്നാണ് എനിക്കൊക്കെ തോന്നുന്നത്. ഈ മഹാരോഗമൊക്കെ ഇങ്ങനെ പതുക്കെ പതുക്കെ ഇങ്ങനെ പിടിച്ചു നിർത്തിക്കൊണ്ടിരിക്കുന്നത് വീണ്ടും മാറ്റത്തിനുമുള്ള അവസരം അള്ളാഹു വീണ്ടും ഒരുക്കി തരികയാണോ എന്ന് തന്നെയാണ്. അതൊരു അന്ധവിശ്വാസിയുടെ വാക്കല്ല, ഒരു വെറുതെ ഭയപ്പെടുന്ന ഒരുത്തന്റെ വാക്കുമല്ല. ഞാൻ ഭയപ്പെട്ടാലും ഇല്ലെങ്കിൽ എൻ്റെ മരണം നിശ്ചയിച്ച നേരത്തെ പോകുന്നത് എനിക്ക് ഉറപ്പാണ്. എന്നെ കോവിഡ് കൊണ്ടുപോകണമെന്ന് തീരുമാനിച്ചാൽ അത് അങ്ങനെ തന്നെ സംഭവിക്കും. അതിനെപ്പറ്റിയൊക്കെ ഉറപ്പുള്ളവരാണ് നമ്മളൊക്കെ, ഞാനല്ല, നമ്മളൊക്കെ. പക്ഷെ നമ്മൾ ഓർമ്മിക്കുക, അള്ളാഹു നൽകുന്ന ഈ സമയങ്ങൾ, അവസരങ്ങൾ വിലപ്പെട്ടതാണ് എന്ന കാര്യത്തിൽ. അപ്പോൾ ഒന്നതാണ് ആയത്തിൽ പഠിക്കാനുള്ളത്. എന്ത്? പിന്നെ അള്ളാഹുവിന്റെ സഹായത്തെ പറ്റി. ഇനി ഒരു കാര്യം ഞാൻ ഒരു സംശയം ചോദിച്ചിട്ടുണ്ട്, ഞാൻ പറയാം. പിന്നെ രണ്ടാമതൊരു കാര്യം നമ്മൾ ആലോചിക്കാനുള്ളത്, അല്ല, ഇസ്രായേലർക്ക് എന്തേ അള്ളാഹു ഇത്ര വലിയൊരു സഹായം കൊടുത്തത്? എന്തേ ഇവർക്ക് ഈ സഹായത്തിന് അർഹരാക്കി തീർത്തത് എന്താണ്? നമുക്ക് ആലോചിക്കാം അല്ലേ? ഇങ്ങനെ വലിയൊരു അനുഗ്രഹം കിട്ടാൻ മാത്രം അവരെന്താ ചെയ്തത്? വളരെ ക്ലിയറാണ്. അവരിലേക്ക് അയക്കപ്പെട്ട പ്രവാചകന്മാരെ വിശ്വസിച്ചു, ആ പ്രവാചകന്മാരെ ചൊൽപ്പടിക്ക് കീഴിൽ ജീവിച്ചു, ഈമാനുണ്ടായി, പലായനവും ഉണ്ടായി. ഈമാനും ഹിജ്റയും, അല്ലതിന് ആമനു വഹാജറു ഫീ സബീലില്ലാഹ്. പക്ഷെ ജിഹാദിന്റെ കാര്യം വന്നപ്പോൾ അവര് പിന്നോട്ടാ. അതിന് കൊടുക്കേണ്ടത് പിന്നീട് കൊടുത്തു, ജിഹാദിന് തയ്യാറാവാതിരുന്നപ്പോ. പക്ഷെ ഈമാനും പലായനവും എന്ന് പറയുന്ന രണ്ട് പുണ്യപ്രവർത്തികൾ ഈ സമൂഹത്തിൽ ഉണ്ടായപ്പോ ഒരുപാട് ക്ഷമിച്ചു അവർ, ഒരുപാട് സഹിച്ചു അവർ. അള്ളാഹു അവർക്ക് നൽകേണ്ടത്, അപ്പോ അള്ളാഹുവിന് നൽകേണ്ടത് നൽകിയപ്പോ അള്ളാഹു തിരിച്ചു നൽകേണ്ടത് തിരിച്ചു നൽകുകയും ചെയ്തു. അങ്ങനെയാണ് അവർക്ക് ഈ അവകാശം, ഈ അർഹത ലഭിച്ചത് അള്ളാഹുവിന്റെ സഹായത്തിന്റെ. ക്ലിയർ ആണല്ലോ? അള്ളാഹുവിന് നൽകേണ്ടത് എന്താണോ അത് നൽകിയപ്പോ, ഈമാനാണ്, പ്രവാചകന്മാരനുസരിക്കലാണ്, അതവര് ചെയ്തു. പലായനം ചെയ്യണമെന്ന് പറഞ്ഞു, എന്നാ പോകാന്ന് പറഞ്ഞു. ഞങ്ങളില്ലാന്നൊന്നും പറഞ്ഞില്ല, അവര് പോരാന്ന് പറഞ്ഞു. എന്നാ പിന്നെ നിങ്ങളെ സംരക്ഷിക്കേണ്ടത് ഞാനാണല്ലോ. അള്ളാഹു അവരെ സംരക്ഷിക്കുകയും ചെയ്തു. ഖുർആനിൽ പലായനത്തെ പറ്റിയൊക്കെ പറഞ്ഞിരിക്കുന്ന ആയത്തുകൾ എവിടെയോ ഓർമ്മിക്കുന്നുണ്ടാവുമല്ലോ പഠിച്ചവര്. സംശയം ചോദിച്ചതാണ് ഉസ്താദ്, ഫറോവയുടെ ജഡം സംരക്ഷിച്ചത് അക്കാലത്തെ ജനത അത് മമ്മി ആക്കിയത് കൊണ്ടാകില്ലേ? ഫറോവയുടെ ജഡം സംരക്ഷിച്ചത് അക്കാലത്തെ ജനത അത് മമ്മി ആക്കിയത് കൊണ്ടാകില്ലേ? അതെ,
പക്ഷെ ഈ ജഡം മമ്മയാക്കി വെക്കണമെന്നും സുരക്ഷിതമാക്കി വെക്കണമെന്നും ഒക്കെയുള്ള തീരുമാനം ആരുടേതായിരുന്നു? ഫറോയുടെ, പിന്നെ അള്ളാഹുവിൻ്റെതായിരുന്നു. ആ ജഡം നഷ്ടപ്പെട്ടു പോയി, അഴുകാതെ ബാക്കിയായതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അതെ, സംഭവിച്ചു. പക്ഷെ മൂസാ നബി അലൈഹി ഇസ്ലാമിന്റെ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന റംസീസ് രണ്ടാമൻ എന്ന് പറയുന്ന ഫറോവയുടെ ജഡം സുരക്ഷിതമാക്കി സൂക്ഷിക്കപ്പെട്ടിരിക്കുന്ന മമ്മികളുടെ കൂട്ടത്തിൽ ഉണ്ട് എന്ന് വിശുദ്ധ ഖുർആൻ ഇറങ്ങുന്ന കാലത്ത് ആർക്കും അറിയില്ല. ഇതാണ് വിഷയം. മൂസാ നബി അലൈഹി ഇസ്ലാമിന്റെ കാലഘട്ടത്തിൽ ജീവിച്ച ഫറോവമാരിലെ അവസാനത്തെ ഫറോവയായ റംസീസ് രണ്ടാമന്റെ ജഡം മമ്മിയാക്കപ്പെട്ട് സൂക്ഷിക്കപ്പെട്ട് കിടക്കുന്നുണ്ട് എന്ന വിവരം കിട്ടിയിട്ട്, അത് പുസ്തകത്തിൽ നിന്ന് വായിച്ചിട്ടോ അല്ലെങ്കിൽ പിന്നെ ഈ ജൂത ക്രൈസ്തവ പുരോഹിതന്മാരുടെ ക്ലാസ്സുകളിൽ നിന്നോ പ്രചരണത്തിൽ നിന്നോ നാട്ടിൽ പ്രചരിച്ചിരിക്കുന്ന ഒരു വസ്തുതയാണ് വിശുദ്ധ ഖുർആനിലൂടെ ഏറ്റുപറയുന്നതെങ്കിൽ അതിൽ വലിയ കാര്യമൊന്നുമില്ല. ഈ റംസീസ് രണ്ടാമന്റെ ജഡം മമ്മിയാക്കപ്പെട്ടിട്ടുണ്ട് എന്ന വിഷയം BC 696 ശേഷം ആർക്കും അറിയില്ല, എവിടെയും ഒരു ചരിത്ര രേഖയിൽ. അത് പറയാൻ കാരണം ഈ വിഷയത്തെപ്പറ്റി മാത്രം ഗവേഷണം നടത്തുകയും വല്ല രേഖകളും ഉണ്ടോ എന്ന് അന്വേഷിക്കാൻ ശ്രമിക്കുകയും ചെയ്ത ഒരുപാട് പേരുണ്ട്, മുസ്ലിങ്ങളല്ലാത്തവര്. എന്തിനു വേണ്ടിയെന്നറിയോ? ഈ ആയത്തിന്റെ ഗൗരവം, അതിന്റെ സത്യാവസ്ഥ പൊളിക്കാൻ വേണ്ടിയിട്ട്. തോറ്റു അവർ. അങ്ങനെ ഒരു രേഖ ഇല്ലെന്നാ. ഈ ജഡം അന്ന് 1882 കണ്ടെടുക്കപ്പെട്ടതിന്റെ ശേഷമുള്ള പരിശോധനകളിൽ മാത്രമാണ് മനസ്സിലാവുന്നത്. അതിൽ ആദ്യം അവർ അത്ഭുതപ്പെടുത്തിയത് ഇടത്തെ കൈയാണോ വലത്തെ കൈയാണോ എന്ന് എനിക്ക് ഓർമ്മയില്ല, കൈ പൊന്തിച്ചു വെച്ച ഒരു ജഡമാണ്. ഒരിക്കലും ഒരു സ്വാഭാവികമായി മരണം നടന്ന ഫറോവ എന്നൊരു രാജാവിന്റെ ജഡം ഒരു കാരണവശാലും കൈകൾ ചേർത്ത് നേർ വിധത്തിൽ കിടത്തിയിട്ടല്ലാതെ ഒരു കൈ പൊന്തിച്ച, എന്തോ തടുത്തു നിർത്താൻ വേണ്ടി പൊന്തിച്ചതുപോലെ പൊന്തിച്ച വിധത്തിൽ ഒരു ജഡം ഉണ്ടാവില്ല എന്നാ. അവിടെ നിന്നാണ് അവർക്ക് സംശയം തുടങ്ങിയത്, ഇതെന്താ ഈ ജഡം മാത്രം ഇങ്ങനെ. അപ്പോ ഞാൻ പറഞ്ഞത്, ഇത് ഈ നാട്ടിലൊക്കെ പ്രചാരത്തിലുള്ള ഒരു വിഷയമായിരുന്നുവെങ്കിൽ ഖുർആൻ അതെടുത്ത് പറഞ്ഞതിൽ കാര്യമില്ല, പറഞ്ഞില്ല. പക്ഷെ നേരെ മറിച്ച് ഇത് ആർക്കും അറിയാത്ത ഒരു വസ്തുത, സംരക്ഷിക്കപ്പെടാൻ കാരണമായത് എന്തുകൊണ്ട്, എന്താണ് അതിനുള്ള മാർഗം, എന്താണ്? അത് മമ്മിയാക്കാൻ ആളുകൾക്ക് തോന്നിച്ചു, അത് ആരോരും അറിയാത്തൊരിടത്ത് സൂക്ഷിക്കാൻ തോന്നിച്ചു, കള്ളന്മാർ അത് കട്ടുകൊണ്ടുപോകാതെ സൂക്ഷിച്ചു. അകാ നിലക്കൊക്കെ തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. എന്റെ മർമ്മം ഇത് ആർക്കും അറിയില്ലായിരുന്നു ആ കാലഘട്ടത്തിൽ. ജൂത ക്രൈസ്തവർ പറയാറില്ല. എഴുതപ്പെട്ട ചരിത്രങ്ങളിൽ ഈജിപ്തിന്റെ ചരിത്രമൊക്കെ പണ്ട് കാലം മുതലേ എഴുതപ്പെട്ട് കിടക്കുന്നവയാണ്. അതിൽ ഇങ്ങനെ ഒരു ജഡത്തെ പറ്റിയുള്ള സംസാരങ്ങളോ പരാമർശങ്ങളോ ഇല്ല എന്ന് അത് പരിശോധിച്ചവർ പറഞ്ഞ ഗ്രന്ഥങ്ങളിൽ കാണുന്നു. ആ ഗ്രന്ഥങ്ങളും ഞാൻ കണ്ടിട്ടില്ല. ആ ഗ്രന്ഥങ്ങളിൽ നിന്ന് കോട്ട് ചെയ്ത് എഴുതിയ മുസ്ലിം ഗവേഷകന്മാരുടെ കിതാബുകളിലൊക്കെ കാണുന്നു. അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞിരിക്കുന്നത്. ഇനി ഞാൻ അടുത്ത ആയത്തിന്റെ ഭാഗത്തേക്ക് പോകണം. അപ്പൊ അള്ളാഹുവിന്റെ സഹായത്തെ പറ്റി, ഇതൊരു പിന്നെ മുഹറം 10-നായിരുന്നു, ആശുറായിനായിരുന്നു ഈ സംഭവം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. സംഭവം എല്ലാവർക്കും അറിയാലോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു അവരോട്, ജൂതന്മാരോട്, നിങ്ങൾ എന്തിനാണ് ഈ ദിവസം നോമ്പ് നിൽക്കുന്നത്? ഇന്നല്ലേ അള്ളാഹുവിന്റെ സഹായം ഞങ്ങളെ പ്രവാചകനുണ്ടായത് എന്ന് പറഞ്ഞപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, എങ്കിൽ ആ ദിവസം നോമ്പ് നോൽക്കാൻ ഏറെ അർഹതപ്പെട്ടവൻ ഞാനല്ലേ, ഞങ്ങളല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് നോമ്പ് തുടങ്ങി എന്നാണ്. പിന്നെ ഈ തരം ഹദീസുകളൊക്കെ കേൾക്കുമ്പോൾ ചില ആളുകൾക്ക് ഉണ്ടാകാവുന്ന ഒരു സംശയം, അതെന്താ അങ്ങനെ? അവരോട് ചോദിച്ചിട്ട് വേണം ഇത്തരം കാര്യങ്ങളൊക്കെ പറയാൻ. ഈ കർമ്മശാസ്ത്ര ഗ്രന്ഥങ്ങൾ, മദ്രസ പാഠപുസ്തകമൊക്കെ, ആ പുസ്തകത്തിൽ പറയും പോലെയാണ് നമസ്കാരത്തെ പറ്റി ഖുർആനിൽ പറഞ്ഞിരിക്കുന്നത് എങ്കിൽ കാര്യം വേഗം മനസ്സിലാവൂല്ലേ? പക്ഷെ പിന്നെയും ഓതാൻ തോന്നൂല. മനസ്സിലായില്ല? നമസ്കാരത്തിന്റെ ഷർത്തുകൾ 5 നമസ്കാരത്തിന്റെ റുക്കനുകൾ 16 അല്ലെങ്കിൽ 22 അല്ലെങ്കിൽ 86 എന്നൊക്കെ പറഞ്ഞാകുന്നു, നമസ്കാരം ബാത്തിലാകുന്ന കാര്യങ്ങൾ ഇത്രയാകുന്നു എന്നൊക്കെ എത്ര തവണ ഓതുങ്ങള്? പക്ഷെ അങ്ങനെ പറഞ്ഞില്ല. ഖുർആനിലും ഹദീസിലുമാണ് ഇതൊക്കെ പറഞ്ഞ്, അതിൽ നിന്നാണ് അവരത് കണ്ടെത്തിയത്. ഇതുപോലെ തന്നെയാണ് ഞാനിപ്പോ എന്തിനെ പറ്റിയാ പറഞ്ഞുകൊണ്ടിരുന്നത്? മറന്നുപോയല്ലോ, ഒന്ന് സഹായിക്കടൂ.
ഞാനിതിനിപ്പോ ഇത് ഉദാഹരിച്ചത് ആരും കേൾക്കുന്നില്ലേ? ചോദ്യത്തിന് മറുപടി പറഞ്ഞല്ലേ? അതെ. പറവട. അപ്പൊ അല്ല ഞാനതല്ല ആശൂറാന്റെ സംഭവം പറഞ്ഞിട്ട് ഞാൻ പറയുന്നത്. ആശൂറാന്റെ മുഹറം 10 എന്നുള്ളത്. അപ്പൊ അതുകൊണ്ട് ഈ തെശ്രീയില്, അതായത് മതനിയമങ്ങൾ പഠിപ്പിച്ചു കൊടുക്കുന്നിടത്ത് വിവിധ മാർഗങ്ങളാണ് പിന്നെ ഖുർആനും ഹദീസും ഒക്കെ സ്വീകരിച്ചിട്ടുള്ളത്. അതെ, ഓക്കെ, മനസ്സിലായി. എന്റെ വിഷയം എന്താന്ന് പറയുന്നത്, നിങ്ങൾക്ക് ഈ സംശയം ഉണ്ടോ എന്ന് എനിക്കറിയില്ല. സംശയം ഇല്ലെങ്കിൽ ഉണ്ടാക്കിയിട്ടില്ലാതാക്കാണ് ഞാൻ. മുഹറം 10 ഈ സംഭവം നടന്നത് എന്ന് ജൂതന്മാരോട് ചോദിച്ച് അവർ മറുപടി പറയേണ്ടി കാത്തിരിക്കേണ്ടിയിരുന്നോ? ഞാനാണ് അതിന് അർഹത എന്നൊക്കെ പറയാൻ. അതല്ലാതെ തന്നെ അള്ളാഹുവിന്റെ വഹിയിലൂടെ നമുക്ക് മനസ്സിലാക്കിക്കൂടെ എന്നൊക്കെ ചോദിച്ചാൽ, ഇത് അള്ളാഹുവിന്റെ വഹിയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു തന്നിഷ്ടപ്രകാരം ഒന്നും ചെയ്യൂല. അള്ളാഹിന്റെ വഹിയുടെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഈ ചെയ്യുന്നത്. പക്ഷെ അത് സഹാബികൾക്ക് മുമ്പിൽ അവതരിപ്പിക്കുന്ന സമയത്ത് പലപ്പോഴും വൈവിധ്യം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വീകരിച്ചിട്ടുണ്ട്. അതുകൊണ്ട് പല ലക്ഷ്യങ്ങളും പല ലാഭങ്ങളും ലക്ഷ്യങ്ങളും ബാങ്കുകള് അള്ളാഹുവിന്റെ തീരുമാനമല്ലേ ബാങ്ക് എന്നുള്ളത്. പക്ഷെ ആ തീരുമാനം നടപ്പിൽ വന്ന രീതി എങ്ങനെ നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടോ? ഒരു ചർച്ച കിട്ടും സഹാബികൾക്കിടയിൽ, അല്ലേ? നമസ്കാര സമയമായി എന്നറിയിക്കാൻ നമുക്ക് എന്തെങ്കിലും ഒരു മാർഗം വേണ്ടിടോ? അത് ബാങ്കാണ് എന്നുള്ളത് അള്ളാന്റെ വഹിയും അള്ളാന്റെ തീരുമാനം ഉണ്ടാവും. അത് ഇത് ചോദിക്കുമ്പോഴേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ആ വഹി കിട്ടിയിട്ടുണ്ട് എന്നൊന്നും ഞാൻ പറയില്ല. പക്ഷെ തീരുമാനം അള്ളാഹുവിൻ്റെതും റസൂലിൻ്റെതുമാണല്ലോ. അങ്ങനെ സഹാബികൾ പല അഭിപ്രായങ്ങളും പറഞ്ഞു, അങ്ങനെ എല്ലാം കൂടി പറഞ്ഞു. എന്നിട്ട് അവർ രാത്രി പോയി ഉറങ്ങി. അവർ ഉറങ്ങിയപ്പോൾ ഉറക്കത്തിൽ പലരും ഈ ബാങ്കിന്റെ വാക്കുകൾ കേട്ടു. പുലർന്നപ്പോ ബിലാൽ, സുബഹിന്റെ സമയത്ത് ബിലാൽ പിന്നെ ബാങ്ക് വിളിക്കുന്നത് കേട്ടു. ഈ ബാങ്കുകൾ, ഈ ശബ്ദം ഞാൻ ഇന്നലെ രാത്രി ഉറക്കത്തിൽ കണ്ടിട്ടുണ്ടല്ലോ. അത് അനുഭവിച്ച സഹാബികൾക്കുണ്ടാകുന്ന ഒരു ആനന്ദമുണ്ടല്ലോ. ബാങ്ക് എന്ന വിഷയം നടപ്പിൽ വരുത്തും മുമ്പേ സഹാബികളുമായി കൂടിയാലോചിക്കുന്ന ഒരവസ്ഥ, ആ ബാങ്കിന്റെ വരികൾ അവർ പുറമേ നിന്ന് കേൾക്കും മുമ്പേ സ്വപ്നത്തിൽ അവരത് കേൾക്കാനുണ്ടായ ഒരു ഭാഗ്യം, അതൊരു വൈവിധ്യമായ രീതിയാണ്. അതുപോലെ മുഹറം 10 മൂസാ നബി അലൈഹി ഇസ്ലാമിനെ അള്ളാഹു സഹാബികളെയും രക്ഷിച്ചത് എന്ന വാർത്ത, വിവരം അള്ളാഹുവിന്റെ വഹിയാണ്. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മനസ്സിലാക്കുന്നതിന്റെ രീതിയിൽ വഹിയിലൂടെയാണ്. അല്ലാതെ ജൂതന്മാർ പറഞ്ഞൊന്നും കേട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയില്ല. ഒരു നിമിത്തമുണ്ടായി ഇവരോട് ചോദിച്ചു എന്ന് മാത്രം. ഇനി അവിടെ മറ്റൊരു സംശയമുണ്ട്. എന്താണെന്നറിയോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അടുത്ത കൊല്ലം ഞാൻ ജീവിച്ചിരിക്കുകയാണെങ്കിൽ ഞാൻ മുഹറം 9 നോൽക്കും എന്ന് പറഞ്ഞു. അപ്പൊ നമ്മൾ ആളുകളുടെ സംശയം എന്താണെന്നറിയോ? പലരുടെയും, അപ്പൊ ഇത്ര കാലം ജീവിച്ചിട്ട് നബിക്കത് തോന്നിയില്ല, മരിക്കണേന്റെ തൊട്ട മുമ്പത്തെ കൊല്ലം ഇത് തോന്നിയുള്ളൂ. പാവങ്ങളാ അങ്ങനെ ചിന്തിക്കുന്നത്. എന്താ സംഭവം അറിയോ? മുഹറം 9 നോമ്പ് സുന്നത്തായി പറയാൻ പ്രവാചകന് സ്വാതന്ത്ര്യമല്ല. അത് അള്ളാന്റെ വഹി വരണം. ഈ വർഷങ്ങളിലൊന്നും ആ വഹി വന്നിട്ടില്ല. അതുകൊണ്ട് പ്രവാചകൻ അതിനെപ്പറ്റി മിണ്ടിയിട്ടുമില്ല. അവരോട് എതിരാവണം, വേദക്കാരോട് എതിരാവണം എന്ന നിർദ്ദേശമൊക്കെ ഉണ്ട്. പക്ഷെ എതിരാവണം എന്ന നിർദ്ദേശം ഉള്ളതുകൊണ്ട് തന്നിഷ്ടപ്രകാരം എങ്ങനെ എതിരായി ഓരോന്ന് പറയാൻ പറ്റും? നമുക്ക് മരിക്കുന്നതിന്റെ തലേ വർഷം നമുക്ക് വഹി വന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. 10 മാത്രം നോറ്റ് നിങ്ങൾ മതിയാക്കരുത്, 9 കൂടി നോൽക്കണം. പക്ഷെ അതേ സമയം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് പറഞ്ഞു? അടുത്ത കൊല്ലം ഉണ്ടെങ്കിൽ ഞാനും നോൽക്കുട്ടോ എന്ന് പറഞ്ഞു. അങ്ങനെയാണ് ഞാനിത് പറയുന്നതിന് ആവശ്യമില്ലാത്ത വെറും ചർച്ചകൾ ഈ തരം വിഷയങ്ങൾക്ക് ഉണ്ടാക്കരുത്. മുഹറം 9 10 നോൽക്കാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നിർദ്ദേശമുണ്ട്. ഒന്ന് വാക്കും പ്രവൃത്തിയുമുണ്ട് മുഹറം 10 നോൽക്കാൻ. ഒന്നിന് പ്രവൃത്തിയില്ല, വാക്കേ ഉള്ളൂ. എന്താ വാക്കുണ്ടോ നമുക്ക് ചെയ്യാൻ പറ്റൂലേ? അതുകൊണ്ട് നമ്മൾ ഒരു അതിബുദ്ധിമാന്മാരും അതിചിന്തകന്മാരും ഒക്കെ ആയി സംസാരിക്കുന്ന പ്ലീസ് വേണ്ട. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വാക്കുകളും ദീനിൽ തെളിവാണ്, പ്രവർത്തികളും തെളിവാണ്. ചിലതിന് വാക്കുകളും പ്രവർത്തികളും ഉണ്ടാവും, ചിലതിന് പിന്നെ വാക്കുകൾ ഉണ്ടാവുള്ളൂ, പ്രവർത്തികൾ ഉണ്ടാവില്ല, തിരിച്ചുണ്ടാവാം. ഇതുപോലത്തെ ഒരു സ്റ്റോക്കഡ് ഞാൻ പറഞ്ഞിട്ടെ, ലൈലത്തുൽ ഖദ്ർ എന്ന് പറഞ്ഞാൽ അവസാനത്തെ ഒറ്റയായ രാവുകളിലെ നിങ്ങൾ ആരുത്തെങ്കിലും ഈ സോക്കഡ് ഉണ്ടെങ്കിൽ അത് നിർത്താൻ വേണ്ടിയിട്ടാണ് ഞാനീ പറഞ്ഞത്. ഇതൊരു അസുഖമാണ്.
ലൈലത്തുൽ ഖദർ ഒരു രാവല്ലേ ഉള്ളൂ. അപ്പോ അമേരിക്കക്കാർക്ക് ഇപ്പൊ എന്താ കാട്ടുക? ആ രാവ് അവർക്ക് പിന്നെ പകലാ. എന്റെ മോനെ നീ നിന്റെ പണിയെടുക്കുക. ലൈലത്തുൽ ഖദർ എന്താണ് തീരുമാനിക്കുന്നതും അതിന്റെ പ്രതിഫലം നൽകുന്നതും അതിന്റെ വിഹിതങ്ങൾ തീരുമാനിക്കുന്നതും പ്രപഞ്ചനാഥന്റെ തീരുമാനമാണ്. അത് നമ്മുടെ 24 മണിക്കൂറിന്റെ കണക്ക് വെച്ചിട്ട് നമ്മളോട് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത് എന്താ? അത് ചെയ്യുക. ബാക്കി അള്ളാഹു എങ്ങനെയാണ് മലക്കുകൾക്ക് ചുമതലകൾ ഏൽപ്പിക്കുന്നത്, ഏതെല്ലാം വിഷയങ്ങൾക്കാണ് പ്രയോറിറ്റി, ഇത് പിന്നെ ധനകാര്യമന്ത്രി അവതരിപ്പിക്കുന്ന ബജറ്റിനോട് കണക്കാക്കിയിട്ടൊക്കെ ചിന്തിക്കാൻ തുടങ്ങിയാലോ? ദയവ് ചെയ്ത് ദീനിൽ നിന്ന് മനസ്സിലാക്കിയ, ഖുർആനിൽ നിന്നും ഹദീസിൽ നിന്നും മനസ്സിലാക്കിയ കാര്യങ്ങൾ അത് നിർവഹിക്കുക. അതിനപ്പുറം ഒരു അന്വേഷണമുണ്ട്. ഖുർആനും പറഞ്ഞു വിലക്കിയതാണത്. അതിനപ്പുറമുള്ള ഒരു അന്വേഷണമുണ്ട്. നമ്മുടെ കഴിവിന്റെയോ അറിവിന്റെയോ പരിധിയിൽ വരാത്തവ. വെറുതെ എന്തിനാ നമ്മുടെ ഉള്ള ഈമാൻ ഇനി ഈ ആയത്തുനിന്ന് എനിക്ക് പോകണം. ഇയാളെന്താ ഈ ആയത്തുനിന്ന് പോകാത്തതെന്ന് തോന്നുന്നു നിങ്ങൾക്കില്ലേ? ഇവിടെ എനിക്കൊരു കാര്യം പറയാണ്ട് നിങ്ങളോട്. സൂറത്തുൽ ബഖറ തുടങ്ങിയിട്ടില്ലല്ലോ, ഇനി വരുമ്പോഴും ആവശ്യമാവുമല്ലോ. ഒരത്ഭുത സംഭവം ഇവിടെ നടന്നിരിക്കുന്നു അല്ലേ? മുസ്ലിം പിന്നീട് അതിന്റെ അവസാനം ഞാൻ പറയാം ഈ ആയത്ത് നിർത്തിയതിന് ശേഷം. എനിക്കിവിടെ ഇനി ക്ലാസ് പഠിക്കുമ്പോൾ പറയാനുള്ളത് എന്താണെന്നറിയോ? ഒരത്ഭുതകരമായ ഒരു അസാധാരണ സംഭവം നടന്നിരിക്കുന്നു എന്നാണ് ഇപ്പൊ ഈ ആയത്തിൽ പറഞ്ഞത്. എന്താണ്? സമുദ്രം പിളർത്തിയിരിക്കുന്നു. വേദഗ്രന്ഥങ്ങളെ പറ്റിയും മതഗ്രന്ഥങ്ങളെ പറ്റിയുള്ള പൊതുവെയുള്ള ധാരണ ഒരുപാട് ആശ്ചര്യ സംഭവങ്ങൾ, അത്ഭുത കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു. അങ്ങനെ പറഞ്ഞെങ്കിലേ മതഗ്രന്ഥം ആവുള്ളൂ എന്നാ. എന്നാൽ വിശുദ്ധ ഖുർആൻ അങ്ങനെയല്ല. അതിൽ അത്ഭുത അസാധാരണ സംഭവങ്ങൾ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അങ്ങനെ എമ്പാടും എന്ന് പറയാൻ മാത്രമൊന്നുമില്ല, എണ്ണപ്പെട്ടവ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നമ്മൾ ഈ വിഷയം എടുക്കാം. സമുദ്രം പിളർത്തു എന്ന് പറയുന്നത് വേറെ വല്ല അർത്ഥം ആ വാക്കിന് കൊടുക്കാനുണ്ടോ? കുത്തിപ്പിടിച്ച് നടന്നോ, വടി കുത്തിപ്പിടിച്ച് വെള്ളം കുറഞ്ഞ സ്ഥലത്ത് കൂടി പോയി എന്നൊക്കെ. ഏയ്, അങ്ങനെയൊന്നും അറബിയിൽ ആ വാക്കിന് അർത്ഥം കിട്ടില്ല. ഫറഖ്ന ബിക്കുമുൽ ബഹറ എന്നൊക്കെ പറഞ്ഞാൽ അതിന് ഈ അർത്ഥം തന്നെ കിട്ടുള്ളൂ. ഏത് അതിന്റെ യഥാർത്ഥ അർത്ഥം ഒരു ആലങ്കാരികത എന്ന് പറഞ്ഞാലും അതിനുണ്ടല്ലോ ഒരു കണക്ക്. അങ്ങനെ ഒരു ആലങ്കാരികത കൊണ്ടുപോകാൻ നിവൃത്തിയില്ല. ആട്ടെ, അപ്പൊ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ഇതൊരു അസാധാരണ സംഭവമാണ്. വിശുദ്ധ ഖുർആനിലായതുകൊണ്ടാണ്. വിശുദ്ധ ഖുർആനിലായതുകൊണ്ട്. ആ ഖുർആനിൽ വന്നാലും മാത്രമേ അല്ല, സഹീഹായ ഹദീസുകളിൽ വന്നാലും അംഗീകരിക്കും. വേറെ ഒന്നും അംഗീകരിക്കൂല. അത് തന്നെ ഖുർആനിലാണ്. അടുത്ത വിഷയം, അത് സംഭവിച്ചിരിക്കുന്നത് പ്രവാചകത്വം തെളിയിക്കാൻ വേണ്ടിയാ. ഈ ജനങ്ങൾക്ക് മുമ്പിൽ നിസ്സഹായരായ സമുദ്രം, ഞാൻ അള്ളാന്റെ ദൂതനാണ് എന്നതിൽ നിങ്ങൾക്ക് ഇനി സംശയമുണ്ടോ? തന്റെ കയ്യിൽ വടിയുണ്ട്. ആ വടി കൊണ്ട് പലതും അദ്ദേഹം ചെയ്തിട്ടുണ്ടാവാം. വടി നിലത്തിട്ടപ്പോ പാമ്പായി കാണിച്ച സന്ദർഭം കൊണ്ട്. പക്ഷെ ഒന്നും അദ്ദേഹത്തിന് സ്വാതന്ത്ര്യത്തിൽപ്പെട്ടതല്ല. അള്ളാഹുവിന്റെ വഹി വന്നു, നീ വടി കൊണ്ട് അടിക്കുക എന്ന് അദ്ദേഹം അടിച്ചു. അത് സമുദ്രം പിളർന്നു. അപ്പൊ അവർക്ക് ഉറപ്പായി മുസാ നബി അലൈഹി സ്വലാം അള്ളാഹുവിന്റെ ദൂതൻ തന്നെയാണ്. അപ്പൊ ഒരു മുഅ്ജിസത്തായി, ഒരു പ്രവാചകന്റെ മുഅ്ജിസത്ത് എന്ന വിധത്തിൽ വിശുദ്ധ ഖുർആനിൽ പറഞ്ഞതുകൊണ്ട് മാത്രമാണ് നമ്മൾ ഇത് അംഗീകരിക്കുന്നത്. അപ്പൊ ഇനി അസാധാരണ സംഭവങ്ങൾ, ഇനി മുഅ്ജിസത്തുകൾ ഉണ്ടാവില്ല. കാരണം ഇനി നബിമാരും വരാനില്ല. എന്നാൽ അസാധാരണ സംഭവങ്ങൾ ഉണ്ടായിക്കൂടെ? ഉണ്ടാവാം. എന്താണ് അതിന്റെ യുക്തി? മനുഷ്യൻ നമുക്ക് യുക്തി, അത് വളരെ ലളിതമാണ്. ഈ പ്രപഞ്ചത്തിലെ കാര്യങ്ങളൊക്കെ എങ്ങനെ നടക്കണമെന്ന് സംവിധാനിച്ചത് അള്ളാഹുവാണ്. അവൻ ഉണ്ടാക്കി വെച്ച ആ സംവിധാനത്തിൽ ചെറിയ ചില മാറ്റങ്ങൾ, താൽക്കാലികമായ മാറ്റങ്ങൾ നീ വരുത്താൻ പാടില്ല എന്ന് പറയാൻ നമ്മളാരാ? സാധാരണ ഒരു ഭാര്യയും ഭർത്താവും തമ്മിലുള്ള ബന്ധത്തിന് ശേഷം ഒരു കുഞ്ഞ് ജനിക്കണ്ടേ. പക്ഷെ ഒരവസരത്തിൽ ഒരു കുഞ്ഞ് ജനിച്ചു ഭർത്താവില്ലാതെ. പക്ഷെ ഭർത്താവിൽ നിന്ന് കിട്ടേണ്ടത് എന്താണോ
അത് ആ സ്ത്രീക്ക് നൽകിയിട്ടുണ്ട് എന്ന് ഖുർആൻ സൂചിപ്പിക്കുകയും ചെയ്തു. അങ്ങനെയാണ് അതുണ്ടായത്. അപ്പോൾ സംഭവിക്കാം. സാധാരണഗതിയിൽ തീയിലിട്ടാൽ വെന്ത് വെണ്ണീറാവാ വേണ്ടത്, കരിക്കട്ടയായി മാറണം മനുഷ്യനൊക്കെ. ഒരു തവണ തീയിനോട് പറഞ്ഞു, നീ ശാന്തമാവുക, എൻ്റെ ആ സാധാരണ സ്വഭാവം ഇപ്പൊ വേണ്ട, കുറച്ച് സമയത്തേക്ക് തണുപ്പാവുക. പക്ഷെ തണുപ്പ് കൂടിയാലും മനുഷ്യൻ ജഡമായി മാറും, അത് വേണ്ട, സുരക്ഷിതമായ നിലയ്ക്കുള്ള ഒരു ശാന്തി, ഒരു തണുപ്പ്, അത് മതിയും. ഇബ്രാഹിം നബി അലൈഹി സ്വലാം അതിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി വന്നു. അപ്പോൾ അള്ളാഹു നിശ്ചയിച്ച പ്രപഞ്ച നിയമങ്ങളെ അള്ളാഹു സുബ്ഹാനഹു വ തആല തന്നെ ചില സന്ദർഭങ്ങളിൽ മാറ്റാവുന്നതാണ് എന്ന് വന്നാൽ അതിൽ യുക്തിരാഹിത്യമൊന്നുമില്ല, യുക്തിക്ക് നിരക്കാത്തതൊന്നും. ഇനിയിപ്പോ സംഭവിക്കാനുള്ളത് ഇങ്ങനത്തെ അത്ഭുത സംഭവങ്ങൾ ഇനി കേട്ടാൽ നമ്മളെന്താ ചെയ്യേണ്ടത്? ഇനി അത്ഭുത സംഭവങ്ങൾ ഉണ്ടാവാം. അതിന് വിളിക്കുന്ന പേര് കറാമത്ത് എന്നാണ്. കറാമത്ത് എന്ന് പറഞ്ഞാൽ ഒരാൾ, ഒരു നല്ല മനുഷ്യനായി ജീവിക്കുന്ന ഒരാളിലൂടെ എപ്പോഴെങ്കിലും എന്തെങ്കിലും ഒരു അസാധാരണ സംഭവം ഉണ്ടായേക്കാം. നമ്മുടെ നാട്ടിൽ പ്രചരിച്ചിരിക്കുന്ന ഒരു പ്രചാരം എന്താന്ന് പറഞ്ഞാൽ, ഒരാള് അള്ളാഹ്ക്ക് ഇഷ്ടപ്പെട്ട ആളാണെന്ന് ഉറപ്പാക്കണമെങ്കിൽ അയാളെ കയ്യാലെ എന്തെങ്കിലും അത്ഭുത സംഭവം ഉണ്ടായേ പറ്റൂന്ന. അങ്ങനല്ല, ഒരുപാട് അള്ളാഹ്ക്ക് ഇഷ്ടപ്പെട്ട മനുഷ്യന്മാർ, ഔലിയാക്കൾ എന്ന അഭിസംബോധന വിളിക്കപ്പെടുന്ന അള്ളാഹുവിന്റെ ഇഷ്ടദാസന്മാർ ഒരുപാട് പേർ ഇന്നും ദുനിയാവിൽ ജീവിക്കുന്നുണ്ട്, ഒരുപാട് കാലത്ത് ജീവിച്ചിട്ടുണ്ട്. കഴിഞ്ഞ കാലങ്ങളിലൊക്കെ ഒരു അത്ഭുത സംഭവം പോലും അവരുടെ ജീവിതത്തിൽ സംഭവിക്കാതെ, അവരിലൂടെ പ്രകടമാക്കപ്പെടാതെ. ഇനി തിരിച്ചൊരു വാക്കുകൂടി നിങ്ങൾ കേൾക്കുക. ഒരു അത്ഭുത സംഭവം ഒരാളിലൂടെ പ്രകടമായി എന്നതുകൊണ്ട് മാത്രം അയാൾ ആരാവില്ല? അള്ളാഹുക്ക് ഇഷ്ടദാസനാവില്ല. അതുകൊണ്ട് മാത്രം അയാൾ അള്ളാഹുവിന്റെ ഇഷ്ടദാസനാണെന്ന് പറയാൻ പറ്റില്ല. എന്തുകൊണ്ട്? ദജ്ജാലിനെ പറ്റി പറയുന്ന ഹദീസുകളിൽ കാണാം, അവൻ ആകാശത്തേക്ക് വിരൽ ചൂണ്ടി മഴ വർഷിപ്പിക്കും, പിന്നെ മരിച്ചവരെ ജീവിപ്പിക്കും എന്നൊക്കെ. ഇപ്പോഴെങ്ങാനും ആ ദജ്ജാൽ കേരളത്തിലും ഇന്ത്യയിലൊന്നും വന്നു നോക്കണ്ടേ? ഇതിനേക്കാളും വലിയ ഔല്യം ഉണ്ടാവും വേറെ ആരെങ്കിലും? മരണപ്പെട്ടവരെ ജീവിപ്പിക്കും ദജ്ജാൽ എന്ന ഹദീസുകളിൽ, ആകാശത്തേക്ക് വിരൽ ചൂണ്ടി മഴ പെയ്യിക്കുമെന്നൊക്കെ പറഞ്ഞു. വേറെയും ഉദാഹരണങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ആ തരം അത്ഭുത സംഭവങ്ങൾ അവന്റെ കൈകളിലൂടെ പ്രകടമാകുന്നുണ്ട് എന്ന് പറഞ്ഞു വെച്ചത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. അതുകൊണ്ട് അവൻ ഔലിയ എന്ന് പറയാൻ പറ്റും, അള്ളാഹ്ക്ക് ഇഷ്ടപ്പെട്ടവനാണെന്ന്? അപ്പൊ ഒരു വ്യക്തിയെ അള്ളാഹുവിന് ഇഷ്ടമാണ് എന്നതിന്റെ തെളിവായി അസാധാരണ സംഭവങ്ങളെ കണക്കാക്കപ്പെട്ടുകൂടാ. അസാധാരണ സംഭവങ്ങൾ പ്രകടമാക്കപ്പെട്ടെങ്കിൽ മാത്രമേ ഒരു വ്യക്തി അള്ളാഹുവിന്റെ ഇഷ്ടദാസനാണ് എന്ന് നമുക്ക് വിധി പറയാൻ പറ്റൂ എന്നുമില്ല. ഒരുപാട് അള്ളാഹിന്റെ ഇഷ്ടദാസന്മാർ ജീവിച്ചിരിക്കുന്നു, ഒരു അസാധാരണ സംഭവം അവരിലൂടെ പ്രകടമാക്കപ്പെടാതെ. തിരിച്ചു സംഭവിക്കുകയും ചെയ്യാം. അസാധാരണ സംഭവങ്ങൾ കുരുത്തം കെട്ട മനുഷ്യരിൽ നിന്നൊക്കെ സംഭവിച്ചേക്കാം, ഉണ്ടാവുകയും ചെയ്യാം. നമ്മൾ എന്താ ചെയ്യേണ്ടത്? കേൾക്കുക. ഇതെന്താ വിശ്വസിക്കാത്തത്? വിശ്വസിക്കണില്ല, നിഷേധിക്കണോ? സംഭവിച്ചേക്കാം. സംഭവിക്കാൻ പറ്റുന്നവയാണെങ്കിൽ, അല്ലാത്തവയാണെങ്കിൽ വിശ്വസിക്കുന്നുമില്ല, ഒന്നുമില്ല. നമ്മുടെ മാപ്പിളാര മുസ്ലിങ്ങളൊരു അവസ്ഥ എന്താണെന്നറിയോ? തുടങ്ങിയത് വിശ്വാസത്തും വന്നാ, പിന്നെ കൽബിങ്ങനെ കണ്ട് തുറന്നു വെച്ചിരിക്കുക, എന്ത് പറഞ്ഞോളും ഈമാൻ, ഈമാൻ, സുബ്ഹാനല്ലാ മാഷാ അല്ലാ, സുബ്ഹാനല്ലാ മാഷാ അല്ലാ. ഖത്തർ ഗവൺമെന്റ് എന്നോട് പൊറുക്കട്ടെ, ഞാൻ താമസിച്ചിരുന്നത് പിന്നെ ബിൻ മഹ്മൂദിലെ പോലീസ് ക്വാർട്ടേഴ്സിൽ ഞാൻ താമസിച്ചിട്ടില്ല. പക്ഷെ പോലീസ് ക്വാർട്ടേഴ്സിന്റെ അവിടെ ബസ് കയറാൻ വേണ്ടി വരാറുണ്ട് ബിൻ മഹ്മൂദില്. ഒരു ദിവസം രാവിലെ ബസ്സിൽ ഭയങ്കര ചർച്ച. എന്താണ്? പോലീസ് ക്വാർട്ടേഴ്സിന്റെ ഒരാളുടെ TV കളവ് പോയി. അങ്ങനൊക്കെ സംഭവിക്കുമെന്ന് വെച്ചാൽ സംഭവിച്ചു. അങ്ങനെ അവസാനം എല്ലാവരും കൂടി തീരുമാനം എടുത്തു. എന്താണെന്നറിയോ? അത് ജിന്ന് കൊണ്ടുപോയതാണ്. നല്ല പോലീസുകാരല്ലേ. കുറ്റകൃത്യങ്ങൾ തെളിയിക്കുകയും അതെടുത്ത്, ഞാൻ ഖത്തർ എനിക്ക് മാപ്പ് വരട്ടെന്ന് പറഞ്ഞത്, പിന്നെ തെളിയിക്കുകയും ചെയ്യേണ്ട പിന്നെ പോലീസ് ഉദ്യോഗസ്ഥന്മാർ താമസിക്കുന്ന, ഖത്തറുകളൊന്നും ഇത്തരം ക്വാർട്ടേഴ്സിൽ താമസിക്കുന്നില്ല, നിങ്ങൾക്കറിയാലോ. അവരവസാനം എടുത്ത തീരുമാനം, അങ്ങോട്ട് പോകുമ്പോൾ ഉണ്ടായിരുന്നു, ഇങ്ങോട്ട് പോകുമ്പോൾ കാണാനില്ല, അതാരോ സുന്ദരമായി പൊക്കിയതാ, അതിന് കൊടുത്തിരിക്കുന്ന ആശയവും അർത്ഥവും ഇങ്ങനെയൊക്കെയാണ്. ഇങ്ങനെയൊക്കെ പലതും ആളുകൾ പറയും, അത് വന്നിരുന്നു, ഇങ്ങനെയായി. റബ്ബുൽ ആലമീനായ തമ്പുരാനെ, ഈ ജാതി അത്ഭുത കഥകൾ കേൾക്കാതെ ഒരു വയല് കേട്ട് മതിയാക്കാൻ പറ്റുന്നില്ല, അത്രക്കാണ് പറഞ്ഞുകൊണ്ടുണ്ടാക്കുന്നത്. ഇനി നമ്മുടെ മനസ്സുകളിൽ സാധാരണ ഇത്തരം ആയത്തുകളോ ഇനിയും ചില കാര്യങ്ങൾ വരുന്നുണ്ട് ഖുർആനിലൊക്കെ, ഇങ്ങനെ കേൾക്കുമ്പോൾ അതിനോടൊരു തരം ഒരു അലർജി, ആ വാക്കാ കുറച്ചുകൂടി നല്ലതെന്ന് തോന്നും.
ഒരു അസാധാരണ സംഭവത്തെ പറ്റി ഹദീസുകളിലോ വിശുദ്ധ ഖുർആനിലോ സഹിയായ ഹദീസുകളിലോ വിശുദ്ധ ഖുർആനിലോ പറയുമ്പോൾ എന്താ പൊതിയെന്നിങ്ങനെ, അതിന്റെ കാരണം എന്താണെന്നറിയോ? ബടായി കഥകളായി ഇത്തരം കഥകൾ ഒരുപാട് കേട്ട് 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 മടുത്ത് നമ്മൾ ഒരുപാടെണ്ണം. അതുകൊണ്ട് ഇപ്പോ യഥാർത്ഥ വസ്തുതകൾ കേട്ടാൽ പോലും ആ ഒരു മുഷിപ്പാണ് നമ്മുടെ മനസ്സുകളിൽ ഉണ്ടാവുന്നത്. അതുകൊണ്ട് ഇത് രഹിതമല്ല, യുക്തിക്ക് യോജിച്ചതുമാണ്. അങ്ങനെ സംഭവിക്കുകയും ചെയ്യും, ഉണ്ടാവുകയും ചെയ്യും. ഇത് ക്ലാസ്സിൽ പറയുമ്പോൾ ചിലർ ചോദിക്കാറുള്ളത്, എന്നിട്ട് എന്താ അങ്ങനെയൊക്കെ പണ്ടുണ്ടായി എന്നല്ലാതെ ഇപ്പോഴൊന്നും കേൾക്കാത്തത് എന്താണ്? ആര് പറഞ്ഞു ഇപ്പോഴൊന്നുമില്ല? അള്ളാഹുവിന്റെ ഇത്തരം സഹായങ്ങൾ ഈ കാലഘട്ടത്തിൽ ഇല്ല എന്ന് ആര് പറഞ്ഞു? ഒരുപാടുണ്ട്. പക്ഷെ എന്ത് വേണം? ആ മാർഗത്തിൽ പ്രവർത്തിക്കുന്നവർക്കല്ലേ ഇതിനെപ്പറ്റി അറിയാൻ പറ്റൂ. വെറുതെ മാപ്പിളപ്പാട്ടും ഇട്ടിട്ട് പിന്നെ ടേപ്പറിക്കാനും വെച്ച് മുന്നിൽ ഇങ്ങനെ കുത്തിരുന്നിട്ട് അല്ലെങ്കിൽ മൊബൈലിലും കുത്തി ഇങ്ങനെ ഇരിക്കുക. ഈമാനും ഇല്ല, ഇബാദത്തും ഇല്ല, ജിഹാദും ഇല്ല, ദൈവത്തും ഇല്ല, യാതൊന്നുമില്ല. എന്നിട്ട് ഇഞ്ഞിക്ക് എനിക്ക് ഇതിന്റെ ഒക്കെ പുറമെ പഠിച്ചോ നമുക്ക് കുറച്ച് അസാധാരണ സംഭവം കൂടി കളിച്ചു തരണോ? അല്ല പറ. ഇത് മനുഷ്യൻ ഈമാനും പലായനവും ദഅവത്തും എല്ലാം കൂടിയായ അതിന്റെ അതിശക്തമായ ജിഹാദുകളും ഒക്കെയായി പോകുന്ന ആളുകളുടെ ജീവചരിത്രം, കഥകളല്ല, സത്യസന്ധമായ ജീവചരിത്രങ്ങളുടെ പ്രവർത്തനാനുഭവങ്ങളും എഴുതപ്പെട്ട ഗ്രന്ഥങ്ങൾ വായിക്കുമ്പോൾ കാണാം അവർക്കൊക്കെ ലഭിച്ച അസാധാരണമായ സംഭവങ്ങളും അസാധാരണമായ കാര്യങ്ങളും. ഒരു ദിവസം ഒരു വലിയ സാമ്രാജ്യ ശക്തി, അങ്ങനെയൊക്കെ ഇപ്പൊ പറയാൻ പറ്റുള്ളൂ, ഖത്തറിന് എനിക്ക് കുറച്ചുകൂടി സ്വാതന്ത്ര്യം ഉണ്ട്. ഒരു വലിയ സാമ്രാജ്യ ശക്തി പറഞ്ഞു അവർ യുദ്ധം ചെയ്യുന്ന ഒരു എതിർ രാജ്യത്തോട്, ഇന്ന് രാത്രിയോടെ നിങ്ങളുടെ എല്ലാം ഞങ്ങൾ തകർക്കും, നശിക്കും, ഞങ്ങൾ അങ്ങനെ എന്നെല്ലാം കൂടി. ഷെത്തുൽ അറബില്ലേ, ഇറാൻ ഇറാഖ് അതിർത്തിയിലുള്ള, ഞങ്ങളുടെ റഡാറിൽ ഞങ്ങളത് കണ്ടുകൊണ്ടേ ഇരിക്കുകയാണ് മുഴുവനായും പൂർണ്ണമായും എന്നെല്ലാം കൂടി. ഒരു ഉദാഹരണം പറയാണ് ഞാൻ, ചെറിയൊരു ഉദാഹരണം. വാർത്തകൾ ഇങ്ങനെ മണിക്കൂറുകൾ മിനിറ്റുകളും വെച്ച് ഫോളോ ചെയ്യാറുണ്ടായിരുന്ന സമയമാണ്. അന്ന് ആ ഓപ്പറേഷൻ മുഴുവൻ തകർന്നു. ആ ശക്തി ഉദ്ദേശിച്ച എന്താ കാരണം എന്നറിയാമോ? അന്തരീക്ഷം ആകാണ്ട് മാറി. ഒരു നിലക്കും കാറ്റോ പൊടിയോ ഉണ്ടാവേണ്ടതല്ലാത്ത ഒരു സാഹചര്യത്തിൽ ബടായി അല്ലെന്ന് ഞാൻ ആ കൂട്ടത്തിലില്ല, കൂട്ടണ്ട, അനുഭവിച്ച വായിച്ച സംഭവം പറയുന്നത്. ഒരു നിലക്കും അത് ആ ഓപ്പറേഷൻ നടത്താൻ കഴിഞ്ഞില്ല. എതിർ ചേരിക്ക് ഈ റഡാറുകളെ സഹായമില്ലാതെ നേർക്കുനേരെ നടത്തുന്നത് കൊണ്ട് അവർക്ക് ആ ആയുധങ്ങളോ അവർ രക്ഷപ്പെടുത്താൻ ഉദ്ദേശിച്ച വ്യക്തികളെയോ മുഴുവൻ സുരക്ഷിതമായ സങ്കേതങ്ങളിലേക്ക് കൊണ്ടെത്തിക്കാനോ സാധിക്കുകയോ ചെയ്തു എന്നത് എന്നെ പോലെ ആ വാർത്തകൾ ഫോളോ ചെയ്തിരുന്ന, നേർക്ക് നേരെ കണ്ടുകൊണ്ടിരുന്ന ഒരു ചാനലല്ല, കണ്ടുകൊണ്ടിരുന്ന ഞങ്ങളുടെ അനുഭവ സാക്ഷികളാണ്. അന്ന് അതിനെ പറ്റിയുള്ള പ്രഗത്ഭരായ മതപണ്ഡിതന്മാർ ആ വിഷയത്തെ പറ്റി പറയുകയും സംസാരിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. പള്ളി പൊളിക്കാൻ പോയ നാട്ടിലെ ജനങ്ങൾക്കിടയിൽ, ബാക്കിയൊക്കെ ആലോചിച്ചോളൂ നിങ്ങൾ, ഞാൻ അങ്ങോട്ടൊന്നും പോകുന്നില്ല. ഇവിടെ ഒരു ചോദ്യമുള്ളത്, മുസ്ലിം പേരുകൾക്ക് ഹിന്ദു പേര്, അതായത് ഇപ്പൊ അബ്ദുള്ള എന്നുള്ളതിന് ദേവദാസൻ, ഫൗസിയ എന്നുള്ളതിന് വിജയൻ എന്നൊക്കെ പറയുന്ന അർത്ഥം കൊടുക്കുന്നതിനെ പറ്റിയാണോ നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? അയാൾ എന്തിനാണ്, അദ്ദേഹം എന്തിനു വേണ്ടിയാണ് അത് ചെയ്യുന്നത് എന്നതനുസരിച്ചിട്ട് ഉണ്ടാവും. അതായത് ഇപ്പോ ഫൗസിയ നമ്മൾ പേരിടാറില്ലേ, വിജയ എന്നൊക്കെ പേരിടുന്ന പോലെ. ആരും ഏറ്റു പറയില്ലെങ്കിൽ ഞാൻ പറയട്ടെ, ആശൂറ എന്ന വാക്കിന് എന്താ പറയാ? ദശമി. താസുവിന്റെ എന്താ വാക്ക്? നവമി. അത് 9-ാം ദിവസവും 10-ാം ദിവസം എന്നൊക്കെ അതിനർത്ഥം. പക്ഷെ നമ്മൾ പിന്നെ നോമ്പിനെ പറ്റി പറയുമ്പോൾ ഇന്നിപ്പോ ദശമി നോമ്പാണ്, ഇന്ന് നവമി നോമ്പാണെന്ന് മതസൗഹാർദ്ദത്തിന് വേണ്ടി പറയാൻ പോകരുത്. അത് നിർത്തുക. പിന്നെ ആ അക്കാഡമിക് സൈഡിൽ പഠിപ്പിക്കുന്ന ഒരു സന്ദർഭത്തിൽ ഇത്തരം കാര്യങ്ങൾ കുട്ടികളുമായി ആശയവിനിമയം നടത്തുകയോ പറഞ്ഞു കൊടുക്കുകയോ ഒക്കെ ചെയ്യാം. ഇങ്ങനെയൊക്കെ ഉണ്ടോ, ഇതൊക്കെ ഇതിൽ നിന്നാണ്, ഇതിന്റെ ആശയം ഇത്രയൊക്കെ ഉള്ളൂ. അബ്ദുള്ള എന്ന വാക്കിന് ഒരിക്കലും ദേവദാസൻ ഒന്നും മലയാളീകരിക്കാനേ കഴിയില്ല. അതിന്റെ അർത്ഥം അതൊന്നുമല്ല. ഇപ്പൊ അസ്വദ് എന്നൊക്കെ പേരുള്ളവന് കറുപ്പെന്നുള്ള പേര് കൊടുക്കാന്നൊക്കെ പറഞ്ഞാൽ കുഴപ്പമൊന്നുമില്ല. കറുപ്പെന്നൊക്കെ പേരുണ്ടല്ലോ, അപ്പൊ അതിനൊക്കെ അങ്ങനെയൊക്കെ ആവാം. അത് എൻ്റെ മറുപടി ഇത്രയേ ഉള്ളൂ. എന്തിനു വേണ്ടി അത് ചെയ്യുന്നു എന്നതനുസരിച്ച് അതിന്റെ വിധി മാറിക്കൊണ്ടിരിക്കും.
അക്കാഡമിക് സൈഡിൽ മതപരം ഒരു ഭാഷ പഠിക്കുകയും പരിചയപ്പെടുത്തി കൊടുക്കുകയും ചെയ്യുന്ന സന്ദർഭത്തിൽ ഇതൊക്കെയാണോ ഇതിന്റെ ആശയം എന്ന് പറഞ്ഞു കൊടുത്താൽ അതിൽ തെറ്റില്ല. നേരെമറിച്ച് മതസൗഹാർദ്ദത്തിന്റെ ഭാഗമായിട്ടാണെങ്കിൽ അങ്ങനെ ഒരു സൗഹാർദ്ദം മെനക്കെട്ട് ഉണ്ടാക്കണ്ട, അങ്ങനെ ഉണ്ടാക്കേണ്ട ഒരു കാര്യമില്ല. ഇസ്ലാം എന്താണെന്ന് പറഞ്ഞിട്ടും മുസ്ലിങ്ങളുടെ ജീവിതം കൊണ്ടും ഉണ്ടായിത്തീരുന്ന ഒരു സൗഹാർദ്ദമുണ്ട്. ആ സൗഹാർദ്ദമാണ് വേണ്ടത്, അത് നിലനിൽക്കുകയും ചെയ്യുക. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. അടുത്ത ആയത്ത് പറയട്ടെ ഞാൻ. അപ്പൊ നിങ്ങൾ ഈ സമയമായത് കണ്ടില്ലേ? കണ്ടു. 10:20 എന്ന് പറഞ്ഞാൽ 3:23 എന്ന് പറഞ്ഞാൽ 3 മിനിറ്റ് അധികമായി. അടുത്ത ആയത്തിലേക്ക് നോക്കുക. വൈദ് വാഅദ്ന മൂസ 40 ലൈലത്തൻ സുമ്മത്തഖതുൽ ഇജ്ല മിൻ ബഅദിഹി വഅൻതും ളാലിമൂൻ. ഓർമ്മിക്കണം നിങ്ങൾ, ചരിത്രം തന്നെയാ പറയുന്നത്. വാഅദ്ന, നാം നിശ്ചയിച്ചു മൂസായോട് 40 ലൈലത്തൻ 40 രാവുകൾ. സുമ പിന്നെ ഇത്തഖതുൽ ഇജ്ല, നിങ്ങൾ കാളക്കൂട്ടിയെ സ്വീകരിച്ചു, ഉണ്ടാക്കി. മിൻബഅദി, അദ്ദേഹം പോയതിനു ശേഷം. വഅൻതും ളാലിമൂൻ, നിങ്ങൾ അക്രമികളായിരുന്നുവല്ലോ. സുമ പിന്നെ അഫൗന അൻകും, നിങ്ങൾക്ക് നാം മാപ്പ് നൽകി. മിൻബഅദി ദാലിക, അതിനുശേഷം. ലഅല്ലക്കും തഷ്കുറൂൻ, നിങ്ങൾ നന്ദി കാണിക്കാൻ വേണ്ടി. ഓർമ്മിക്കണം. ആതൈന മൂസാക്ക് നാം നൽകിയ കിതാബ, വേദവും, വൽ ഫുർഖാന, സത്യ അസത്യ വിവേചനവും, അതിന്റെ പ്രമാണവും. ലഅല്ലക്കും തഹ്തദൂൻ, നിങ്ങളൊന്ന് ഹിദായത്തിലായി കിട്ടാൻ വേണ്ടി. പോയി ഓർമ്മിക്കുക. കാല മൂസാ നബി അലൈഹി ഇസ്ലാം പറഞ്ഞു ലി ഖൗമിഹി, തന്റെ ജനതയോട്, യാ ഖൗമി, എന്റെ ജനങ്ങളെ, ഇന്നക്കും ലലംതും അൻഫുസക്കും, നിങ്ങൾ നിങ്ങളോട് തന്നെ അന്യായം ചെയ്തിരിക്കുന്നു. ബിത്തിഹാദിക്കുമിൽ ഇജ്ല, കാളക്കുട്ടിയെ സ്വീകരിച്ചതിലൂടെ. ഫതൂബു ഇലാ ബാരിക്കും, നിങ്ങൾ നിങ്ങളെ രക്ഷിതാവിലേക്ക് പശ്ചാത്തപിക്കുക. ഫഖ്തുലു അൻഫുസക്കും, നിങ്ങൾ നിങ്ങളെ തന്നെ കൊല്ലുക. ദാലിക്കും ഖൈറുൽ ലക്കും ഇൻദ ബാരിക്കും, അതാണ് നിങ്ങളുടെ രക്ഷിതാവിന്റെ പക്കൽ നിങ്ങൾക്ക് ഏറ്റവും ഉത്തമമായത്. അങ്ങനെ താബഅലൈക്കും, നിങ്ങളെ പശ്ചാത്തലം സ്വീകരിക്കുകയും ചെയ്തു. ഇന്നഹു ഹുവ തവ്വാബുർ റഹീം, അവൻ ധാരാളമായി പശ്ചാത്തലം സ്വീകരിക്കുന്നവനാണ്, കാരുണ്യവാനുമാണ്. ആയത്തുകളൊക്കെയും ആ പറയുന്ന ഒരു വിഷയത്തെ പറ്റിയുള്ളതാണ്. അറിയാലോ, 40 ദിവസക്കാലം മൂസാ നബി അലൈഹി ഇസ്ലാം സിനാ മരുഭൂമിയിൽ അവർ താമസിക്കുന്ന സമയത്ത് സിനാ പർവ്വതത്തിലേക്ക് മാറി നിന്നു, അള്ളാഹുവിന്റെ കൽപ്പന പ്രകാരം. എന്തിനു വേണ്ടിയായിരുന്നു എന്ന ചോദ്യത്തിന് ഖുർആൻ നൽകുന്ന ഉത്തരം തൗറാത്ത് വാങ്ങിക്കാൻ വേണ്ടിയായിരുന്നു എന്ന്, തൗറാത്ത് സ്വീകരിക്കാൻ വേണ്ടിയായിരുന്നു. ആ 40 ദിവസക്കാലം കഴിഞ്ഞ് മൂസാ നബി അലൈഹി സ്വലാം തിരിച്ചു വരുമ്പോൾ ആ സമൂഹം ലാ ഇലാഹ ഇല്ലല്ലാഹ് മൂസാ നബിയുള്ള, ലാ ഇലാഹ ഇല്ലല്ലാഹ് ഹാറൂൻ നബിയുള്ള എന്ന് വിശ്വസിച്ച ഒരു സമൂഹം, ഹാറൂൻ എന്ന പ്രവാചകനാൽ നയിക്കപ്പെടുന്ന ഒരു ജനങ്ങൾ, ആ ജനങ്ങള് അവര് സ്വർണം കൊണ്ടൊരു കാളക്കുട്ടിയെ ഉണ്ടാക്കി. ഒരുത്തൻ ആ കാളക്കുട്ടിയാണ് ദൈവം എന്ന് പറഞ്ഞുകൊണ്ട് അവന്റെ പിന്നാലെ ആരാധനകളുമായി കടന്നു പോകുന്നൊരു രംഗമാണ് മൂസാ നബി അലൈഹി ഇസ്ലാമിന് കാണേണ്ടി വന്നത് എന്നാണ് ഈ ആയത്തിൽ പറയുന്നത്. ആശ്ചര്യകരമായ സംഭവങ്ങൾ കൊണ്ട് മാത്രം ഒരു സമൂഹത്തിന്റെ ഈമാൻ ശക്തമാവുകയാണെങ്കിൽ, അറിവിന്റെ ചിന്തയുടെ പിൻബലമില്ലാതെ അത്ഭുതകരമായ സംഭവങ്ങൾ കൊണ്ട് മാത്രം ഒരു സമൂഹത്തിന്റെ ഈമാൻ വിശ്വാസം പെടുമെങ്കിൽ അത് ദൃഢപ്പെടേണ്ടവരാണ് ഇവര്. കാരണം ഇവർ ആ ഒരു സാഹചര്യത്തിലാണ് ഈജിപ്തിൽ നിന്ന് കൊണ്ടുവന്നത്. ഈമാൻ ദൃഢപ്പെട്ടില്ല. മാത്രല്ല, ഈ വിശ്വാസം എന്ന് പറയുന്ന ഈ മനുഷ്യന്റെ മനസ്സുണ്ടല്ലോ, എന്താ ഇപ്പൊ ഈ ചാണകത്തെ പറ്റിയൊക്കെയുള്ള മനുഷ്യന്മാരെ വിശ്വാസം, ചാണകം തരുന്ന ആ പാവൻ ജന്തുവിനെ പറ്റിയുള്ള വിശ്വാസം, എന്തൊക്കെയാ പറയുന്നത്. നമുക്ക് ഭരണകർത്താക്കളാണ് പോലും ഇവരൊക്കെ, ഈ പറയുന്നവരിൽ പലരും. ബാക്കി ആലോചിച്ച് നോക്കും നിങ്ങൾ. അപ്പൊ അതിലൊരു കാര്യം ഉറപ്പാ, ഈ മനുഷ്യൻ എന്ന് പറയുന്നവൻ ബുദ്ധിയുള്ളവനാണ്, വിവേകശാലിയാണ്, അവൻ ബുദ്ധിമാനാണ് എന്നൊക്കെ നിങ്ങൾ പറയുന്നുവെങ്കിൽ എനിക്കിപ്പോ ഇതിലൊക്കെ സംശയമുണ്ട്. അപ്പൊ ഉസ്താദിന് വട്ടായോ എന്ന് ആലോചിക്കണ്ട. അവൻ ബുദ്ധിമാനായി തീരുന്നത് ഒരു പ്രവാചകന്റെ ചൊൽപ്പടി, ഒരു നിർദ്ദേശം കൂടി അവന്റെ കൽബിലെത്തുമ്പോഴാണ്. ഉറപ്പാ. പണ്ടത്തെ ഒരു കഥ പറയട്ടെ. മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രബോധന പ്രവർത്തനം ശക്തമായി നടക്കുന്ന സമയത്ത് അബൂ താലിബിന്റെ പക്കൽ അവർ പലതും വന്ന് പറഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സംരക്ഷണം നിർത്താൻ വേണ്ടിയിട്ട്. അബൂ താലിബ് കേട്ടില്ല. ആ മകന്റെ വാക്കുകൾക്ക് മുമ്പിൽ അബൂ താലിബിന് പിന്നൊന്നും പറയാനുണ്ടായിരുന്നില്ല. ശേഷം ഖുറൈശി പ്രമാണിമാർ അബൂ താലിബിനെ സമീപിക്കുന്നുണ്ട്. എന്ത് പറയാനാ? അബൂ താലിബെ, മുഹമ്മദിനെ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഞങ്ങൾക്ക് താ,
ഞങ്ങൾ അവനെ കൊന്നോട്ടെ, കൊല്ലാൻ വേണ്ടിയിട്ടാ. നിനക്ക് പോറ്റാൻ വേണ്ടി നല്ല മുത്ത് പോലത്തെ വേറൊരു മോനെ ഞങ്ങൾ തരാം, ഒരു ചെറുപ്പക്കാരനെ ഞങ്ങൾ തരാം. നിങ്ങൾ ആലോചിച്ച് നോക്കിയാണ്, ഏതെങ്കിലും ഒരു മുഖമുള്ള ജാതി ഈ വർത്താനം പറയൂ? സ്വന്തം മകനെ, സ്വന്തം സഹോദരന്റെ മകനെ ഒരു കൂട്ടർക്ക് കൊല്ലാൻ കൊടുത്തിട്ട് മകനെ പോറ്റാനുള്ള പൂതി തീർക്കാൻ ആരാന്റെ ഏതോ ഒരു മകനെ പോറ്റുക എന്നുള്ളത് ഇത്ര ബാലിശമായ വിഡ്ഢിത്തം നിറഞ്ഞ ഒരു ശുപാർശയുമായി ഖുറൈശി പ്രമാണിമാർ വന്നു അബൂ താലിബിന്റെ വക്കൽ. ഇതൊക്കെയാണ് ഇവരുടെയൊക്കെ ബുദ്ധി നിലവാരവും ബുദ്ധിയുടെ അവസ്ഥ എന്നൊക്കെ പറയും. ഒരുപാട് ആ ജാതികൾ. അപ്പോ എന്താ ഞാൻ പറഞ്ഞു വന്നത്, മനുഷ്യൻ വിശേഷ ബുദ്ധിയുള്ള ജന്തുവാണ് എന്ന് നിങ്ങൾ പറയുന്നുവെങ്കിൽ ഇതിന്റെ സ്വന്തം അഭിപ്രായം കേട്ടോ, നിങ്ങൾ ഇതിന്റെ ഖുർആന്റെ കൂടെ കൊട്ടണമെന്നില്ല. ആ വാക്കിന് ഒരു അപൂർണതയുണ്ട്. അവൻ വിശേഷ ബുദ്ധിയുള്ളവനായിത്തീരുന്നത് ഒരു പ്രവാചകനിലൂടെ അള്ളാഹു നൽകുന്ന നിർദ്ദേശങ്ങൾ, പാഠങ്ങൾ, അധ്യാപനങ്ങൾ അവന്റെ തലയിൽ കയറുമ്പോഴാണ് അവൻ എന്തായി മാറുന്നത്? ബുദ്ധിമാനായി മാറുന്നത്. അതില്ലാതെ പോയാൽ ഈ വിശേഷണത്തിന് അവനൊന്നും അർഹനല്ല. ബഹിരാകാശത്തേക്ക് പോകാൻ പോകുന്ന വാഹനത്തിന് പേരിട്ടു അപ്പോളോ, ഒരു ദേവന്റെ പേരാ. ഇല്ലെങ്കിൽ എന്തെങ്കിലും പറ്റിപ്പോകും. അതിബുദ്ധിമാർ കണ്ടുപിടിച്ചിരിക്കുന്ന വാഹനയാത്ര, വിമാനയാത്രയിൽ 13 എന്ന സീറ്റ് ഇല്ല. ഞാൻ പലപ്പോഴും കയറി നോക്കിയിട്ട് എണ്ണീട്ടുണ്ട്. 12, 13 കാണാനില്ല. പിന്നെ 14 കാണൂ. 13 നിർഭാഗ്യമാണോ? അതുകൊണ്ടാണ് അതില്ലാതിരിക്കുന്നതെന്നൊക്കെ. അപ്പോ ഈ ബോധം ഈ പ്രവാചകന്മാരാൽ ലഭിക്കുന്ന ഈ അറിവ് ലഭിക്കുന്ന ആളുകൾ, അതുകൊണ്ട് നിങ്ങളൊരു കാര്യം കൂടി പറയോ, ഖുർആൻ എന്നെ വിളിച്ച വാക്കുണ്ട്, നിങ്ങളെ വിളിച്ച വാക്കുണ്ട്, നിങ്ങൾക്ക് നൽകിയ പേര് ഉലുൽ അൽബാബ്, ബുദ്ധിമാന്മാർ. നിങ്ങൾ പറയുന്ന ഒരു നാടൻ മാപ്പിള കാക്ക, താത്ത, നിങ്ങൾ ഈ പറയുന്ന മാനേഴ്സ് ഒന്നുമില്ല, ഡിഗ്രിയുടെ അട്ടിയൊന്നുമില്ല, നിങ്ങൾ ഈ പറയുന്ന ആ ജാതി ഒന്നുമില്ല. പക്ഷെ ആ സ്ത്രീ, ആ പുരുഷൻ അള്ളാഹുവിനെ കുറിച്ച് മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ, പ്രവാചകത്വത്തെ കുറിച്ച് ആവശ്യകത മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ, വിശുദ്ധ ഖുർആൻ എന്ന അള്ളാഹുവിന്റെ വചനത്തിന്റെ ആവശ്യകത മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ, പരലോകം എന്ന ഒരു ജീവിതത്തെ കുറിച്ചുള്ള ബോധമുള്ളവരാണെങ്കിൽ, ആ കാക്കയും ആ താത്തയും ഒക്കെ ഉലുൽ അൽബാബ, ബുദ്ധിമാന്മാരാ. ഈ വിവരമുള്ളവരെന്ന് പറയുന്ന ഈ ജാതി ഒരു വങ്കത്തിറങ്ങുകളും ഇവരുടെ ഒന്നും മനസ്സുകളിലും ഇല്ല, അവരുടെ വായിൽ നിന്ന് പുറത്തേക്ക് വരൂല്ല. ഖുർആൻ നമുക്ക് ഇട്ടിരിക്കുന്ന പേരെന്താ? ഉലുൽ അൽബാബ്. ബാക്കി നമുക്ക് അടുത്ത ആഴ്ച പറയാം ഇൻഷാ അല്ലാഹ്. അത് തൗഫീഖ് ചെയ്യട്ടെ. ഇപ്പൊ ക്ലാസ് നിർത്താണ്. ഇപ്പോൾ 9:20 ഇങ്ങനെ സ്റ്റാർട്ട് ആവുന്നുള്ളൂ ക്ലാസ്. ഞാൻ തുടങ്ങാൻ നോക്കിയപ്പോൾ ആളുകൾ കുറവുണ്ടായിരുന്നു. പിന്നെ നിങ്ങൾ എന്നോട് സൂചിപ്പിക്കുകയും ചെയ്തല്ലോ, അതുകൊണ്ടാണ് അങ്ങനെ ആയത്. റബ്ബുൽ ആലമീനായ തമ്പുരാൻ ഈ പഠനം അവന്റെ പുണ്യകർമ്മങ്ങളെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തുമാറാവട്ടെ. ഇതുകൊണ്ട് ഈ ദുനിയാവിലും ആഖിറത്തിലും പഠിച്ചോ നമുക്ക് ഉപകാരം നൽകുമാറാവട്ടെ. ഇവിടെ ദുനിയാവിലെ ജീവിതം ഇങ്ങനെയൊക്കെ തന്നെയാണ്, ഇങ്ങനെ പോവും. മരിക്കും, ഈമാനോടെ മരിക്കാൻ കഴിയണം. അത് കഴിഞ്ഞ് ബർസഖ് സമാധാനമാവണം. വലത് കയ്യിൽ ഗ്രന്ഥം ലഭിക്കണം, സ്വർഗീയ സുഖം ലഭിക്കണം എല്ലാവർക്കും. നിങ്ങൾ പലരെയും ഞാൻ കണ്ടിട്ടില്ല, കാണാൻ കഴിയുമോന്ന് അറിയില്ല. നിങ്ങൾക്ക് ഇന്നയും അതൊരു സെന്റിമെന്റ് ആയിട്ട് പറഞ്ഞല്ല, കാണാൻ കഴിയണം. അള്ളാന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ വെച്ച് അള്ളാഹു തൗഫീഖ് ചെയ്യുമാറാവട്ടെ. അറബികൾ സാധാരണ പറയാറുണ്ട്, കണ്ടുമുട്ടുമ്പോൾ നമ്മളിൻ്റെ അടുത്ത് കാണല് പിന്നെ അറഫേന്നാവട്ടോ. എന്നുവെച്ചാൽ അടുത്ത പോലെ എനിക്കും ഹജ്ജിന് പോകാൻ തൗഫീഖ് ഉണ്ടാവട്ടെ എന്ന അർത്ഥത്തിൽ പറയാറുണ്ട്. പിന്നെ അവർ പറയാറുണ്ട്, പിന്നെ ഇനി നമുക്ക് കാണാവുന്നത് അള്ളാന്റെ ജന്നാത്തുൽ ഫിർദൗസിലാകുന്നു. റബ്ബുൽ ആലമീനായ തമ്പുരാൻ നമ്മളെ കൈവിടില്ല. അള്ളാഹു നമ്മളെ സംരക്ഷിക്കട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും.